Good morning everyone. Welcome to Adda247 Malayalam channel. This is Hindu Sebastian and let's discuss the Hindu editorial of 21st April 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് വൊക്കാബ് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള സെഷനാണ്. അതിപ്പോൾ ബാങ്കിങ് ആയിക്കോട്ടെ, ESIC, SSC, UPSC, PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും റീഡിംഗ് സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട്, വൊക്കാബ് എൻറിച്ച് ചെയ്യാനായിട്ടുള്ളൊരു സെഷനാണ്. സോ മേക്ക് ഷുവർ യു യൂസ് ഇറ്റ്, യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവ്രിവൺ. അപ്പോൾ നമ്മുടെ സെഷൻ നിങ്ങൾക്കറിയാം, നമ്മുടെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ്. വിൽ സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. അതിനുശേഷം നമ്മൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്ന് മെൻഷൻ ചെയ്യുന്നത്, 2 ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന വൊക്കാബ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മൾ നോക്കുന്ന ഇഡിയംസും ഫ്രേസസും വൺ വേർഡും ഒക്കെയാണ്. അതിനുശേഷം സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്: വെൽ ഡൺ ഇസ് ബെറ്റർ ദാൻ വെൽ സെഡ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, നന്നായിട്ടൊരു കാര്യം ചെയ്യുന്നതാണ് അതൊരു കാര്യം പറയുന്നതിനേക്കാളും നല്ലതെന്നാണ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ്, നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ആക്ഷൻ വിതൗട്ട് ആക്ഷൻ ഇല്ലാതെ സേയിങ് വിതൗട്ട് ആക്ഷൻ ഹാസ് നത്തിങ് ടു ഡു എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുമല്ലോ. അതുപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്ത് കാണിക്കുകയാണ് നന്നായിട്ടൊരു കാര്യം പറയുന്നതിനേക്കാളും ഭേദം. സോ റിമെമ്പർ, യു ഡു സംതിങ്, യു ഷോ സംതിങ്, ഓർ യു എക്സിബിറ്റ് സംതിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ കോട്ടിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽ ഡൺ ഇസ് ബെറ്റർ ദാൻ വെൽ സെഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഹായ് ആദിത്യ, ഹായ് ദേവിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിളിൽ വന്നിരിക്കുന്നതിന് ഒന്ന് പാകിസ്ഥാൻ താലിബാൻ റിലേഷനെ പറ്റിയും, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇൻ അഫ്ഗാനിസ്ഥാനെ പറ്റി, അതിൻ്റെ ഇടയ്ക്ക് US ഇടപെട്ടതിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ഉണ്ട്. എന്നാൽ അതേസമയം അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ അല്ല. യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ്. കുറച്ച് ഫ്രേസൽ വേർബ്സ് വൊക്കാബ് ഒക്കെ ഉണ്ട് അതിൽ, അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ റീഡാണ്, സർഫസ് റീഡിങ്ങിൻ്റെ ആവശ്യവും. പക്ഷെ നമുക്കിന്ന് ഇക്കണോമിക് റിലേറ്റഡ് ഫിനാൻസിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്, അബൌട്ട് ഇന്ത്യ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്കണോമിക് സ്റ്റേറ്റിനെ പറ്റി, നമ്മുടെ ഇക്കണോമിക് അവസ്ഥയെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ, IMFൻ്റെ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അബൌട്ട് ഇന്ത്യാസ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി, ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, ഇക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിലല്ല നടക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ രണ്ടും അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് വിടാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് എക്സെട്ര. നോക്കാം. ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ് നോക്കിയാലോ. ഓക്കെ, ആദ്യത്തെ ഇഡിയം ഇതാണ്: ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. ഡെക്ക് അറിയാലോ, ഷിപ്പിൽ നമ്മൾ ഫ്രണ്ടിൽ തുഴയാനൊക്കെ വേണ്ടി ഷിപ്പിൽ നിൽക്കില്ലേ, ഡെക്കിലാണ് നിൽക്കുന്നത് എന്ന് പറയും. സോ ഡെക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓൺ ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തോളൂ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇഡിയം, ഡെക്ക് വെച്ചിട്ട് ഒരുപാട് ഇഡിയംസ് ഉണ്ട് കേട്ടോ. അതിൽ ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രവർത്തിക്കണം അല്ലേ. ഒരു ഷിപ്പ്, നമ്മളൊരു ഷിപ്പുമായിട്ട് കടലിൽ പോകുമ്പോൾ, അല്ലെ ഒരു കപ്പലുമായിട്ട് കടലിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരാൾ മാത്രം പോരാ, അല്ലെ കുറച്ച് പേര് മാത്രം പോരാ. കപ്പലുള്ള എല്ലാവരോടും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കപ്പലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും തിരിച്ചു കര കയറാനും പറ്റത്തുള്ളൂ. സോ ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥമാണ്. റിക്വയർ എവ്രി വൺസ് ഇൻവോൾവ്മെൻറ്റ്. എല്ലാവരും ഇൻവോൾവ് ചെയ്യണം, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ടു അച്ചീവ് ആൻ എയിം. ഒരു എയിമാണ്, എല്ലാവർക്കും ഒറ്റ എയിമേ ഉള്ളൂ അല്ലേ. കപ്പലിൽ പോകുന്ന ഒരാൾക്ക് ഒറ്റ എയിമേ ഉള്ളൂ. കപ്പലുമായിട്ട് പോവുക, മീൻ പിടിക്കാനോ എന്തിനാണ് നമ്മൾ പോകുന്നത്? പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ച് കര കയറണം, എല്ലാവരും ഒരുമിച്ച് കര കയറണം. ഇറ്റ്സ് ലൈക്ക് എ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് നടക്കുന്നത്. സോ റിക്വയർ എവ്രി വൺസ് ഇൻവോൾവ്മെൻറ്റ് ടു അച്ചീവ് എൻ എയിം. അതിനാണ് ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യജ്ഞ ബാച്ചിൽ ഇംഗ്ലീഷ് പ്രോ ക്ലാസ്സിലേതുപോലെ തന്നെ ബേസ് തൊട്ട് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ദേവിക, യജ്ഞ ബാച്ചിൽ ഇംഗ്ലീഷ് പ്രോ പോലെ ഇല്ല. ഇംഗ്ലീഷ് പ്രോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബേസിസ് പോലും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ നൗൺസിൻ്റെ വളരെ ബേസിക് ഡീറ്റെയിൽസ് വരെ പോവില്ല. അപ്പോൾ യജ്ഞ ബാച്ചിലോട്ട് നമ്മൾ പോകുമ്പോൾ, ബാങ്കിങ് ബാച്ചിലാകുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവില്ല. കാരണം അത്ര ഡീറ്റെയിൽ എടുക്കേണ്ട കാര്യം വരില്ല. പക്ഷേ ഫൗണ്ടേഷൻ മെയിനായിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം കിട്ടിപ്പോകും അതിൽ. അത് ഉണ്ട് കേട്ടോ, ഡിഫറൻസ് ചെറുതായിട്ടുണ്ട്. ബട്ട് മെയിനായിട്ടുള്ളതല്ല, എന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകും കേട്ടോ. ഓക്കെ, അതിൽ പേടിക്കേണ്ട. യെസ്. സോ അടുത്തത് ബംപ് അപ്പ്.
ബംപ് അപ്പ് അല്ലെങ്കിൽ ബംപ് അഹെഡ് എന്നൊക്കെ പറഞ്ഞ മുന്നോട്ട് പോയ ബമ്പുണ്ട് അല്ലെ, ഒരു കുഴിയുണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കുഴി അതിനെയാണ് ബംപ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തൊരു ഒരു ഇത് കാര്യത്തെ പറ്റിയാണ് ബംപ് എന്ന് പറയാം. സോ ബംപ് അപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വെർബ് ഉണ്ട്, അല്ലെങ്കിൽ ബംപ് അഹെഡ്, ബംപ് അപ്പ് അല്ലെങ്കിൽ ബംപ് അഹെഡ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് ഉണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം ഇതാണ്. ഇന്ന് ആ ഫ്രേസൽ വെർബ് ആയിട്ട് വന്നിട്ടില്ല, ഇന്നത്തെ ഹെഡിങ് തന്നെ ബംപ്സ് അപ്പ് എന്നാണ്. സോ ബംപ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ ബംസ് ഉണ്ട്, അടുത്തുണ്ട് ബംസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. സോ ഈ ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഇതാണ്, മൂവ് സംതിങ് ഓർ സംബഡി ടു എ ഹയർ ലെവൽ. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്തൊരു ലെവലിലോട്ട്, ഹയർ ലെവലിലോട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ബംപ് അപ്പ്. ഇഫ് യു ബംപ് അപ്പ് ദി പ്രൊഡക്ഷൻ ബംപ് അപ്പ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രേറ്റ് പ്രോഫിറ്റ് അല്ലെ. പ്രൊഡക്ഷൻ കൂട്ടിയാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയാറില്ലേ, ഇഫ് യു ബംപ് അപ്പ് ദി ഡിമാൻഡ് വിൽ ഹാവ് എക്കണോമിക് സർവൈവൽ, എക്കണോമിക് ഗ്രോത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് ഈ ബംപ് അപ്പ് അല്ലെങ്കിൽ ബംപ് അഹെഡ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു കാര്യത്തിനെ കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു. ഓക്കെ ദേവിക. ബാങ്കിങ് ആസ്പിറൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് പറഞ്ഞോളൂ, കാരണം സെപ്പറേറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാൻ നിൽക്കേണ്ട, യജ്ഞ ബാച്ച് എടുത്തോളൂ, ധൈര്യമായിട്ട് റെഫർ ചെയ്തോളൂ കേട്ടോ. അതിൽ പ്രശ്നമില്ല, ഫ്രണ്ടിനോട് പറഞ്ഞോളൂ എടുത്തോളാൻ. അതിലാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, അതിൽ ഏറെക്കുറെ നമ്മളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്ത് വിടും, അതിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ധൈര്യമായിട്ട് എടുത്തോളാൻ പറ. ആൻഡ് കോഴ്സിൻ്റെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ ദേവിക, യാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തലോട്ട് പോകാം. ടേൺ ഔട്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ടു ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് അല്ലെ, ഇങ്ങനെ ആയിത്തീരുക. അത് പോസിറ്റീവ് സെൻസിലോ നെഗറ്റീവ് സെൻസിലോ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, തിങ്കളാഴ്ച ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യു ടേൺഡ് ഔട്ട് വെൽ. നീ നന്നായിട്ട്, നീ അവസാനം നല്ല രീതിയിൽ എത്തിയല്ലോ അല്ലേ. യുവർ ബിസിനസ് ടേൺഡ് ഔട്ട് വെൽ. ഭാഗ്യം, ബിസിനസ് നല്ല രീതിയിലെത്തി, അതായത് നല്ല റിസൾട്ട് കണ്ടു അല്ലേ എന്ന് പറയാം, ഫ്രൂട്ട്ഫുൾ ആയി എന്ന് പറയാം. അല്ലെങ്കിൽ മൈ ബിസിനസ് ടേൺഡ് ഔട്ട് ടെറിബിളി, വളരെ ടെറിബിൾ ആയിട്ട് ടേൺ ഔട്ട് ചെയ്തു, അതായത് മോശമായി പോയി, അതായത് ഫെയിലിയർ ആയിപ്പോയി എന്ന രീതിയിൽ പറയാം. പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാം. അതൊരു പെർട്ടിക്കുലർ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടേൺ ഔട്ട്. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തത് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 months അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മാസമെങ്കിലും കഴിഞ്ഞ് കാണും, നമ്മളിപ്പോൾ ഹെഡ്വിൻസ് എന്ന് പറയുന്ന ഒരു ഇത് ഉപയോഗിച്ച്. ഹെഡ്വിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വീശുന്ന കാറ്റുണ്ടല്ലോ, അതായത് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കും, നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റും, അത്ര ശക്തിയായിട്ട് വീശുന്ന കാറ്റിനെ ഹെഡ്വിൻഡ് എന്ന് പറയും. അതായത് നമ്മൾ സ്ഥലത്തോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ നേരെ വീശുന്ന കാറ്റ്, അപ്പോൾ ആ കാറ്റ് വീശിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഷേക്ക് ചെയ്യില്ലേ, അതിനാണ് ഹെഡ്വിൻസ് എന്ന് പറയാം. ഹെഡ്വിൻസോ രണ്ട് രീതിയും പറയട്ടോ, സിംഗിളറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഹെഡ്വിൻസ് ഉണ്ടോന്ന് ഞാനതങ്ങ് എഴുതിയേ ഉള്ളൂ. അപ്പോൾ അതായത് ലിറ്ററലി അതർത്ഥം. അപ്പോൾ അത് ഹെഡ്വിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഇഡിയോമാറ്റിക് ആയിട്ട് ലോജിക് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, സെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, കണ്ടീഷൻസ്, ചില സാഹചര്യങ്ങൾ, ചില കണ്ടീഷൻസ് ദാറ്റ് ഇംപീഡ് ഓർ ഇൻഹിബിറ്റ് പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ കുറച്ചൊരു പ്രോഗ്രസ്, ഒരു കയറ്റം, നമുക്കൊന്ന് ഒരു സ്ഥലത്തോട്ടൊന്ന് എന്താ പറയുക, മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സക്സീഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുവാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന വിൻഡില്ലേ, അതുപോലത്തെ കണ്ടീഷൻസിനെ നമ്മൾ വിളിക്കും ഹെഡ് വിൻസ് എന്ന് വിളിക്കാം, ഒരു ഹെഡ് വിൻഡ് എന്ന് പറയാം. ദർ ആർ സം അൺഫേവറബിൾ കണ്ടീഷൻസ് വിച്ച് ഇംപീഡ് അവർ പ്രോഗ്രസ്, അതിനെയാണ് ഹെഡ് വിൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെഡ് വിൻസ് എന്ന് പ്ലൂറൽ സെൻസിലും പറയാം. ഓർത്തോണം കേട്ടോ. അടുത്തത് ബ്രിങ് ഡൗൺ രണ്ട് മീനിങ് ഉണ്ട് അല്ലേ. ഒന്നറിയാം, ബ്രിങ് ഡൗൺ ഫോർ എക്സാമ്പിൾ റഷ്യ ബ്രോട്ട് ഡൗൺ ഉക്രൈൻ അല്ലേ, ഉക്രൈനെ അവർ ഓവർത്രോ ചെയ്തു എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം, താലിബാൻ ബ്രോട്ട് ഡൗൺ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയാം. കാരണം ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ മറ്റൊരു കൺട്രിയോ മറ്റൊരു ഓർഗനൈസേഷനെയോ അങ്ങ് ഓവർത്രോ ചെയ്യണം, അവരെ എടുത്ത് കളയണം, അവരെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അവർ റൂള് ഏറ്റെടുത്ത് പവർ ഏറ്റെടുക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ബ്രിങ് ഡൗൺ എന്ന് പറയാം. ബ്രിങ് ഡൗൺ ദ ഡൈനാസ്റ്റി എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുവാണെങ്കിൽ മുഗൾ എംപറേഴ്സ് വന്നപ്പോൾ, മുഗൾ ഡൈനാസ്റ്റി വന്നപ്പോൾ അതിനു മുമ്പ് ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയെ മാറ്റി ഓവർത്രോ ചെയ്തിട്ടാണ് ഇവർ ഭരിച്ച് തുടങ്ങിയത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രിൻസസിനെയൊക്കെ മാറ്റി ഓവർത്രോ ചെയ്തിട്ടാണ് കമ്പനി അല്ലേ, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇവരൊക്കെ ഓവർത്രോ ചെയ്തത് അല്ലേ, ബ്രിങ് ഡൗൺ ചെയ്തത്. ആ ഒരു അർത്ഥമുണ്ട്. രണ്ടാമത്തെ ഒരു അർത്ഥമുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ടു ബ്രിങ് ഹർ ഡൗൺ അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു ബ്രിങ് ഹിം ഡൗൺ. എനിക്ക് അവളെ ഡിപ്രസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അവനെ ഡിപ്രസ് ചെയ്യാൻ താല്പര്യമില്ല. ഒരാളെ നമ്മൾ സങ്കടപ്പെടുത്തുക, സാഡൻ ചെയ്യുക, ഓർ ഡിപ്രസ് ചെയ്യിക്കുക എന്നൊരർത്ഥവും ബ്രിങ് ഡൗൺ ഉണ്ട്. ഡോണ്ട് ബ്രിങ് മീ ഡൗൺ പറയുന്നിട്ടില്ലേ, ഐ ഗിവ് യു ദിസ്, ഞാനിത് നിനക്ക് തരാം, അല്ലെങ്കിൽ ഐ ഹെൽപ്പ് യു വിത്ത് ദ ജോബ്, ഓർ ഐ ഹെൽപ്പ് യു ടു പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എല്ലാം ഞാൻ ചെയ്തു തരാം, പക്ഷേ ഡോണ്ട് ബ്രിങ് മീ ഡൗൺ.
ഡോണ്ട് ലെറ്റ് മീ ഡൗൺ പറയില്ലേ, എന്നെ ചുമ്മാ നാണം കെടുത്തരുത്, അല്ലെങ്കിൽ എന്നെ വെറുതെ സങ്കടപ്പെടുത്തരുത്, അവസാനം നീ എന്നെ നാണം കെടുത്ത് എന്നെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ പറയില്ലേ. സോ ലെറ്റ് മീ ഡൗൺ നാണം കെടുത്തുക, ബ്രിങ് ഡൗൺ ആകുമ്പോൾ ദാറ്റ്സ് ഇറ്റ്, ഡിപ്രസ് ചെയ്യിക്കുക, സങ്കടപ്പെടുത്തുക, ദാറ്റ്സ് ഇറ്റ്. ഓർത്തോണം കേട്ടോ. യാ, ഷീസ് ഡൗൺ. അപ്പോൾ നമ്മൾ ഡൗൺ പറയുമ്പോൾ എപ്പോഴും സങ്കടമായിട്ട് റിലേറ്റഡാണ് അല്ലേ. ഷീസ് ഡൗൺ ടുഡേ, എന്താ പറ്റിയേ, ഷീസ് ഡൗൺ ടുഡേ, എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു, ഒക്കെ പറയാറില്ലേ. ഡൗൺ എന്ന് പറയുമ്പോൾ ഫീവറായിട്ട് ഡൗൺ അല്ലെ, ഡിസീസായി ഡൗൺ ആകാം, ഇമോഷണലി ഡൗൺ ആകാമൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഡൗൺ എന്ന മീനിങ് ഓർത്ത് വെച്ചോ, അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആൻഡ് അടുത്ത വാക്ക്, അടുത്ത ഫ്രേസ് ഇതാണ്. ഇത് കുറേ ഫ്രേസൽ വെർബ്സ് ഉണ്ടല്ലേ. ആ ഫ്രേസൽ വെർബ് ഇതാണ് റോൾ ബാക്ക്. നോക്കണേ, ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് ഇഡിയമാണ്, ഹെഡ്വിൻസ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളത് ഇന്നത്തെ ഫ്രേസൽ വെർബ്സ് ആണ് കേട്ടോ. സോ റോൾ ബാക്ക്, റോൾ ബാക്ക് ചെയ്യാൻ മീൻസ് രണ്ടർത്ഥമുണ്ട്. റെഡ്യൂസ് ദ പവർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഒരു പവർ, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പവറോ ഇമ്പോർട്ടൻസിനെയോ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്, അതിനെ കുറയ്ക്കുകയാണ്, അതിന് റോൾ ബാക്ക് ചെയ്യാന്ന് പറയും. റോൾ ബാക്ക് ചെയ്യുക, തിരിച്ച് അല്ലേ, അല്ലെങ്കിൽ റിവേഴ്സ് ദ പ്രോസസ്. ഒരു വരേക്ക് പോയിക്കൊണ്ടിരുന്ന പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. ലൈക്ക് നന്നായി പോയിക്കൊണ്ടിരുന്നതിന് റിവേഴ്സ് ചെയ്യുക മീൻസ് ഇറ്റ് ഈസ് യു ആർ മേക്കിംഗ് ഇറ്റ് ഡിലേ, അല്ലെങ്കിൽ അതിനെ റിട്ടാർഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റോൾ ബാക്ക്. രണ്ടർത്ഥമുണ്ട്, ഓർത്തോണേ. റെഡ്യൂസ് ഇമ്പോർട്ടൻസ് ഓഫ് പവർ, നെഗറ്റീവ് മീനിങ്. റിവേഴ്സ് ദ പ്രോഗ്രസ്, രണ്ടർത്ഥവും ഉണ്ട്, ഓർത്ത് വെച്ചോണം. അടുത്തത് ക്യാരി ഔട്ട്. ഹീ ക്യാരിഡ് ഔട്ട് ദി ഫംഗ്ഷൻ. അവനാണ് ഫംഗ്ഷൻ ചെയ്തത്, ഞാനല്ല. ഹീ ക്യാരിഡ് ഔട്ട് ദി ടാസ്ക് അല്ലേ, പെർഫോം ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലേ, അതാണല്ലോ ക്യാരി ഔട്ട് എന്ന് പറയാം. ഒരു കാര്യം, ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തുക, ദാറ്റ് ഈസ് ക്യാരി ഔട്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, അല്ലെങ്കിൽ ഇന്ന ജഡ്ജ് ക്യാരിഡ് ഔട്ട് ദ ട്രയൽ. ഈ ട്രയൽ പെർഫോം ചെയ്തത് ഈ ഇന്ന ജഡ്ജാ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ക്യാരി ഔട്ട് കേട്ടോ. അടുത്തത് ക്രാക്ക് ഡൗൺ. കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത, ഈ ആഴ്ചയാണോ അതോ കഴിഞ്ഞ ആഴ്ചയാണോ എനിക്ക് ഓർമ്മയില്ല, ഏറെക്കുറെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കം സ്ട്രിക്റ്റ്, നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുകയാണ്, കുറച്ചുകൂടെ എന്താ റെസ്ട്രിക്ഷൻസ് പുട്ട് ഫോർത്ത് ചെയ്യുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പോലീസ് ക്രാക്ക് ഡൗൺ ഓൺ പീപ്പിൾ വിതൗട്ട് ഹെൽമെറ്റ്. അതായത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുവാണ്, ക്രാക്ക് ഡൗൺ ഓൺ ഇന്നവർക്ക്. ആരുടെ മേൽ? ഓൺ പീപ്പിൾ. അല്ലെങ്കിൽ ദ ഗവൺമെൻറ് ക്രാക്ക് ഡൗൺ ദ പീപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ദ മാനേജ്മെൻറ്റ് ക്രാക്ക് ഓൺ ദി എംപ്ലോയേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നും പറയാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയാം. ആരോടോ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുകയാണ്, അവരെ കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്, റെസ്ട്രിക്ഷൻസ് കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ദ പാൻഡമിക് ഗവൺമെൻറ് ക്രാക്ക് ഡൗൺ ഓൺ ദ പീപ്പിൾ എന്ന് വെച്ചാൽ പീപ്പിളിൽ കുറച്ചുകൂടെ, ആൾക്കാരിൽ കുറച്ചുകൂടെ ലോസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് കൂട്ടി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കി മാറ്റിയെന്ന് പറയും. ദാറ്റ് ഇസ് ക്രാക്ക് ഡൗൺ. ഓക്കെ, ഇതൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് റോൾ ബാക്ക് നിങ്ങൾക്ക് അറിയാം, ക്യാരി ഔട്ട് നിങ്ങൾക്ക് അറിയാം, ക്രാക്ക് ഡൗൺ അറിയാം, ബ്രിങ് ഡൗൺ അറിയാം, ടേൺ ഔട്ടും അറിയാം. ഫ്രേസൽ വെർബ്സിൽ ബമ്പപ്പ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു വ്യത്യാസപ്പെട്ടെന്ന് നമ്മൾ പഠിച്ചത്, എന്നാലും മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓർത്ത് വെച്ചോളാം. സോ ദീസ് ആർ ദി വേർഡ്സ്. ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്, ബംപ് അപ്പ്, ടേൺ ഔട്ട്, ഹെഡ്വിൻസ്, ബ്രിങ് ഡൗൺ, റോൾ ബാക്ക്, ക്യാരി ഔട്ട് ആൻഡ് ക്രാക്ക് ഡൗൺ. ഓർത്ത് വെച്ചോളാം കേട്ടോ. ഹായ് സിജി, ഗുഡ് മോർണിംഗ്. കുറേ നാളായല്ലോ കണ്ടിട്ട്. ഐ റിമെമ്പർ യു മെസ്സേജ്. ഞാൻ മെസ്സേജ് കണ്ടത് ഓർക്കുന്നുണ്ട് ടെലഗ്രാമിൽ കഴിഞ്ഞ ദിവസം. അതല്ലാതെ നമ്മളിപ്പോൾ കുറേ ആയില്ലേ. ഒന്ന് ക്ലാസ്സിൽ ഞാൻ കണ്ടു, എഡിറ്റോറിയലിൽ സിജിയെ കണ്ടു, ബിക്കോസ് ഐ മിസ് യു. എന്നും ഒരുപാട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ഐ റിമെമ്പർ. അപ്പോൾ ഹോപ്പ് യു ഡൂയിങ് വെൽ. സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ സെൻറ്റൻസിലോട്ട് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് അലോറാറ്റ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, മൈ ബോസ് വാണ്ടഡ് ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് ടു ഗെറ്റ് ദി ഫോറിൻ ഡീൽ. ഓക്കെ, great. Sometimes people may face headwinds in their life. Great. The government needs all hands on deck for a new policy. Yes, that's great. My first cooking experiment turned out well. That's great. The heavy rain headwinds the travel. Headwind is not a verb. Verb alla keto. Chippy allalo. Sorry, Aditya, it's not a verb keto. Headwind verb alla, noun ah. Idoru noun formulation ah. Noun ah. ഞാൻ പറഞ്ഞല്ലോ, സിംഗുലർ ആണെങ്കിൽ ഹെഡ്വിൻഡ് എന്ന് കൊടുക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹെഡ്വിൻസ് എന്ന് കൊടുക്കും കേട്ടോ. നൗൺ ആണേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, നൗൺ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ കൊടുക്കാം, ഹെവി റെയിൻ ക്രിയേറ്റഡ് ഹെഡ്വിൻഡ്സ് ഇൻ ട്രാവൽ എന്ന് കൊടുത്തോ. ക്രിയേറ്റഡ് ഹെഡ്വിൻഡ്സ് ഇൻ ദ ട്രാവൽ എന്ന് കൊടുക്കാം. ട്രാവലിനെ ഇമ്പീഡ് ചെയ്യുന്ന, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ലിറ്ററലി ഹെഡ്വിൻഡ്സ് ക്രിയേറ്റ് ചെയ്തു, അത് പറയാം. ഓക്കെ, ഹെവി റെയിൻ ക്രിയേറ്റഡ് അല്ലെങ്കിൽ റിസൾട്ടഡ് ഇൻ എന്നെങ്കിലും പറയാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ദ ഡെമോക്രസി ബ്രോട്ട് ഡൗൺ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ജർമ്മനി. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ദ ഗവൺമെന്റ് റോൾഡ് ബാക്ക് ന്യൂ വെൽഫെയർ സ്കീംസ്. ഓൾ റൈറ്റ്. റോൾ ബാക്ക് ആകുമ്പോൾ റിവേഴ്സ് എന്നാ പറയുക. ആ വെൽഫെയർ സ്കീംസിനെ
ഓക്കെ, വെട്ടിച്ചുരുക്കി റിവേഴ്സ് ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റാ. മാനേജർ ക്രാക്ക് ഡൗൺ ഓൺ ഹിസ് എംപ്ലോയേഴ്സ് ഡ്യൂറിങ് ദ വർക്ക്. ഗ്രേറ്റ് വീണ, ഗ്രേറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. മാനേജർ സിംഗുലർ ആയതുകൊണ്ട് ഒന്നെങ്കിൽ ക്രാക്സ് ഡൗൺ കൊടുക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ എന്ത് പറയും? ക്രാക്ഡ് ഡൗൺ. കേട്ടോ, ദ മാനേജർ ക്രാക്ഡ് ഡൗൺ ഓൺ ഹിസ് എംപ്ലോയീസ് ഡ്യൂറിങ് ദ വർക്ക്. ഓക്കെ, യാ, ഹി ഹിംസെൽഫ് ക്രാക്ഡ് ഡൗൺ ടു ബിക്കം എ സിവിൽ സെർവൻറ്റ്. ഓൾ റൈറ്റ്, he okay, cracked himself down. Yes, great. All kinds of glass works are carried out here. Okay, all right, all kinds of glass works. Okay, അവിടെ നമ്മൾ എന്താ വർക്ക്സ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ എന്നൊരു പ്ലൂറൽ നൗൺ ഉണ്ട്. അല്ലാതെ വർക്ക്, പണി എന്നുള്ള രീതിയിലാകുമ്പോൾ ഓൾ കൈൻഡ് ഓഫ് ഗ്ലാസ് വർക്ക്, എല്ലാ പണികളും എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇല്ലേ വർക്ക് എന്നാ പറയുന്നത്. ഓൾ കൈൻഡ് ഓഫ് ഗ്ലാസ് വർക്ക് ഇസ്, ഇങ്ങനെ പറയാം, ഓൾ കൈൻഡ് ഓഫ് ഗ്ലാസ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഹിയർ. ജോലി എന്ന അർത്ഥം വരുമ്പോൾ അതിന് പ്ലൂറൽ നൗൺ കൊടുക്കില്ല. ഇറ്റ്സ് അൺകൗണ്ടബിൾ. കേട്ടോ, വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ. ഹൗ മച്ച് വർക്ക് എന്നാണ് ചോദിക്കുള്ളൂ, ഹൗ മെനി വർക്ക്സ് എന്ന് നമ്മൾ ചോദിക്കില്ല. സോ ഓൾ കൈൻഡ് ഓഫ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ ആൻ ഉപയോഗിക്കരുത് പറഞ്ഞില്ല. അതുപോലെ ഓൾ കൈൻഡ് ഓഫ് ഗ്ലാസ് വർക്ക് ഇസ് ക്യാരിഡ് ഔട്ട് ഹിയർ. കേട്ടോ, ദ എക്സാം ബോർഡ്. ഓക്കെ ദേവിക, ഓക്കെ. All right, City. Great. They generally bump up their prices in the weekends. Okay, great. All right. Good morning, Deepak. Good morning. When Russia blew down Ukraine, brew down അല്ല. Bring down ന്റെ past tense അല്ലേ? Bring ന്റെ past tense എന്താ? Verb അനുസരിച്ച് അത് കൊടുക്കണം. Bring ന്റെ past tense brought അല്ലേ? അപ്പോൾ BROUGHT brought വരണം. V2 and V3. കേട്ടോ, ബ്രോഡ് ഡൗൺ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, വെൻ റഷ്യ ബ്രോഡ് ഡൗൺ ഉക്രൈൻ ഓൾ യൂറോപ്യൻ കൺട്രീസ് ആറ് വരില്ല. വെൻ റഷ്യ ബ്രോഡ് ഡൗൺ അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ഓൾ കൺട്രീസ് വേർ ഓൾ യൂറോപ്യൻ കൺട്രീസ് ഹാൻഡ്സ് വേർ ഓൺ ദ ഡെക്ക്. അങ്ങനെ കൊടുക്കണം. എല്ലാവരുടെയും ഹാൻഡ്സ്, എല്ലാ കൺട്രീസിൻ്റെയും ഹാൻഡ്സ് വേർ ഓൺ ദ ഡെക്ക് വിച്ച് ടേൺഡ് ഔട്ട് ആൻ ഇക്കണോമിക് ക്രൈസിസ് ഇൻ ദ വേൾഡ്. അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ദീപക്, ടെൻസ് മാറ്റി കളിക്കരുത് സെയിം ക്ലോസിൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വെൻ റഷ്യ ബ്രോഡ് ഡൗൺ, പാസ്റ്റ് ടെൻസ് ആണ്. വെൻ റഷ്യ ബ്രോഡ് ഡൗൺ ഉക്രൈൻ ഓൾ യൂറോപ്യൻ കൺട്രീസ് അപ്പസ്ട്രോഫി, കൺട്രിയുടെയും എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി, ഹാൻഡ്സ് വേർ ഓൺ ദ ഡെക്ക് വിച്ച് ടേൺഡ് ഔട്ട് ഓർ വിച്ച് ടേൺസ് ഔട്ട്, അത് കുഴപ്പമില്ല, വിച്ച് ടേൺസ് ഔട്ട് ആൻ എക്കണോമിക് ക്രൈസിസ് ഇൻ ദ വേൾഡ്. ഓക്കെ, വിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലോസ് ആയതുകൊണ്ട് പ്രസന്റ് കൊടുത്താൽ കുഴപ്പമില്ല. ദി എക്സാം ബോർഡ് ക്രാക്സ് ഡൗൺ ടു ദി സ്റ്റുഡൻസ്. ഓൾ ടു ദി സ്റ്റുഡൻസ് പറയില്ല കേട്ടോ, ഓൺ ക്രാക്സ് ഡൗൺ ഓൺ സ്റ്റുഡൻസ്. സ്ട്രിക്റ്റർ ആയി ആരുടെ മേലെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഓൺ സ്റ്റുഡൻസ്, കുട്ടികളുടെ മേൽ. അങ്ങനെ വരണം കേട്ടോ ദേവിക. ക്രാക്ക് ഡൗൺ ഓൺ സമ്മൺ എന്നാ പറയാം കേട്ടോ, ക്രാക്ക് ഡൗൺ ഓൺ സമ്മൺ ഓർത്ത് വെച്ചോളാം. രേവതി ഗുഡ് മോർണിംഗ്. ഓക്കെ, ടച്ച് വുഡ്. ദ ഡീൽ ടേൺഡ് ഔട്ട് ഇൻ എ പോസിറ്റീവ് മാനർ. റൈറ്റ്. Yes. The council has announced its intention to crack down on parking offences. Great. That's great. Am I able to carry out the task? Great. You are. Trust me, you are. Moving on to next set. അപ്പോൾ നമ്മുടെ phrasal verbs and idioms നമ്മളിന്ന് നോക്കി. നമുക്ക് നേരെ പോകാം നമ്മുടെ synonyms-ലോട്ട്. അപ്പോൾ നമ്മുടെ മഹാപാക്ക് എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് പാക്കുകൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാം. നമുക്കിപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്, 17% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന് 17% ഡിസ്കൗണ്ടിൽ കിട്ടും. ഇൻഡിവിജ്വൽ വീഡിയോ കോഴ്സസിന്, വീഡിയോ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ മഹാപാക്കിനും ടെസ്റ്റ് സീരീസുകൾക്കും നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫറും അവൈലബിൾ ആണ്. ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ 1 വർഷമുള്ള കോഴ്സുകൾക്ക് മഹാപാക്കിൻ്റെ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് കിട്ടുമെന്ന് സാരം. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ആകുമ്പോൾ 6 മാസത്തെയോ 1 വർഷത്തെ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ 6 മാസത്തെ 1 വർഷം ദൈർഘ്യം കിട്ടും, ആൻഡ് 1 വർഷത്തെ 2 വർഷത്തേക്ക് കിട്ടും. അങ്ങനെ അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ മറക്കണ്ട കേട്ടോ. സോ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് യജ്ഞ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അറിയാലോ. 26-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ട്, ബി എ ബാങ്കർ എന്ന് പറയുന്ന ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ആസ്പിറൻസ് ആണെങ്കിൽ കൃത്യമായിട്ട് ഓർക്കുക, നമ്മൾ 10 മണിക്ക് റീസണിങ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആക്കുന്നത് കേട്ടോ. 10 മണിക്ക് റീസണിങ് ക്ലാസ് സുബിൻ സാർ എടുക്കും. 11 മണിക്ക് മാത്സ് ക്ലാസ് ഉണ്ട്. ഓക്കെ, 11 മണിക്ക് മാത്തിൻ്റെ ക്ലാസ് ഉണ്ട്. 12 മണിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സും ഉണ്ട്.
രാവിലെ 10 മണിക്ക് റീസണിങ്, 11 മണിക്ക് മാത്സ്, 12 മണിക്ക് ഇംഗ്ലീഷ്. അപ്പോൾ റീസണിങ് സുബിൻ സാറായിരിക്കും, മാത്സ് രീഷ്മ മിസ്സോ കാവ്യ മിസ്സോ മാറി മാറി എടുക്കും. 12 മണിക്ക് ഇംഗ്ലീഷ് റീമ മിസ്സോ ഞാനും മാറി മാറി എടുക്കും. അപ്പോൾ ഇന്ന് എൻ്റെ സെഷനുണ്ട്, ഇന്നലെ മിസ്സിൻ്റെ സെഷനായിരുന്നു. അപ്പോൾ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാങ്കിങ് കോഴ്സ് എടുക്കാം. യജ്ഞ എന്നാണ് നമ്മുടെ ബാങ്കിങ് കോഴ്സിൻ്റെ പേര്. ഫൗണ്ടേഷൻ ബാച്ചാണ്. ഇപ്പോൾ ദേവിക പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, നിങ്ങൾക്കും ആരെങ്കിലും ഫ്രണ്ട്സ് ബാങ്കിങ് ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ചീപ്പസ്റ്റ് റേറ്റിൽ നമ്മൾ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് കൊടുക്കും. നല്ല ബേസ് ഇട്ട് നമുക്ക് പോകാം. ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. വരാൻ പോകുന്ന ജൂണിലെ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രയർ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. 3 ക്ലാസ്സുകളുണ്ടാവും, 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നിങ്ങൾ ഇതിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഒരു പ്രത്യേകത. ഓക്കെ, 1.5 മാസം ഉണ്ട് നമ്മുടെ കോഴ്സ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട്സും കിട്ടും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ എപ്പോൾ വേണം നമ്മളോട് ചോദിക്കുക. എല്ലാ ക്ലാസ്സുകളും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് പ്രോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ് എൻ്റെ കഴിഞ്ഞു, 2 ക്ലാസ് റീമ മിസ്സിനെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്നില്ല, നാളെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലാസ്. ഏപ്രിൽ 19 സ്റ്റാർട്ട് ചെയ്തത്, ഇന്നലെ മിനിഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലാസ് 1.5 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് പോകുന്നത്. 3 മണിക്ക് റീമ മിസ്, 8:30 ഞാൻ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും അവിടെ ജോയിൻ ചെയ്യുക. PSC പഠിക്കുന്നവർക്കാണെങ്കിലും UPSC ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും KS, ബാങ്കിങ്, SSC, ESIC ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന് നിങ്ങൾ സെറ്റാക്കി എടുക്കും കേട്ടോ. ഗ്രാമർ, വൊക്കാബ് ആൻഡ് കോംപ്രഹെൻഷൻ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിനോണിംസ്. ആദ്യത്തെ സിനോണിം പിടിച്ചോ, ഫ്ലാഗ്. ഫ്ലാഗ് എന്ന സിനോണിമിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങൾക്കറിയാം, ഫ്ലാഗ് അല്ലേ, നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും പറയും. സോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാനർ അല്ലേ, ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, അതിനാണ് ഫ്ലാഗ് എന്ന് പറയാം. ബട്ട് വേർബ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൺട്രിയുടെ ഫ്ലാഗിൻ്റെ ഇൻഡിക്കേഷൻ എന്താ, അതിൻ്റെ സിമ്പിൾ എന്താ, അല്ലെ സിംബലൈസ് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊരു അർത്ഥമില്ലേ ഫ്ലാഗിന്. സോ ഫ്ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾക്കൊരു മാർക്ക്, ഇറ്റ്സ് എ മാർക്ക് അല്ലെ, ഇറ്റ് മാർക്സ് ദിസ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദിസ് എന്നുള്ള അർത്ഥമാണ്. സോ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ്, ട്രൈക്കളർ ഫ്ലാഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാഫ്രൺ അതിൻ്റെതായ സിമ്പിൾ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അശോക ചക്രക്ക് അല്ലെ, വൈറ്റിന് അതിൻ്റെ സിമ്പിൾ ഉണ്ട്, ആൻഡ് ഗ്രീൻ സ്റ്റാൻഡ്സ് ഫോർ അനദർ തിങ്. അപ്പോൾ സിമ്പിൾസ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ ഫ്ലാഗും അതുപോലെ തന്നെയാണ്. സോ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ റെഡ് ഫ്ലാഗ് എന്തിൻ്റെ സിമ്പിളാണ്, അതുപോലെ ഗ്രീൻ ഫ്ലാഗ് എന്തിൻ്റെ സിമ്പിളാണ് അല്ല, വൈറ്റ് ഫ്ലാഗ് എന്തിൻ്റെ സിമ്പിളാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഫ്ലാഗ്സ് ആർ ഫോർ ഇൻഡിക്കേറ്റിംഗ് ഓർ ഐഡൻറ്റിഫൈങ്. സോ വേർബിൻ്റെ മീനിങ് ഇതാണ്, ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ എന്നാണ് അർത്ഥം. ഓക്കെ, യെസ്, ക്ലിയർ? അതെ അഭിനയ. ക്യാരി ഓൺ മീൻസ് ക്യാരി ഔട്ട് ഇസ് നമ്മളൊരു പെർഫോം ചെയ്യുക. ക്യാരി ഓൺ, കണ്ടിന്യൂ, പ്രൊസീഡ്, അത് തന്നെ. യെസ് യാ മാമിൻ്റെ ഉണ്ടോ? ഓക്കെ, ഞാനൊന്ന് ആണല്ലേ, നെറ്റിന് പ്രശ്നമുണ്ടല്ലോ രേവതി. ഞാനതെന്തായാലും നമ്മുടെ നെറ്റ് പ്രൊവൈഡേഴ്സിനോട് അവരോടൊന്നും ഞാൻ പറയട്ടെ. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ തോന്നി, എന്നോട് ഹരി ഇന്നലെ ലൈവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ ഇറങ്ങാറായപ്പോഴാണ് ശ്രദ്ധിച്ച്. എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ തോന്നിയായിരുന്നു, ഞാൻ അവരോടൊന്ന് പറയട്ടെ. എനിക്ക് അതിനുള്ള അവരോടുമായിട്ടൊന്ന് ഓപ്പറേറ്റേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, തിരക്കായിരുന്നു. ഓക്കെ, ഐ സീ ടു ഇറ്റ്. ഞാനത് ശരിയാക്കാം കേട്ടോ. ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് അസൈൻഡ് എ ടോപ്പിക് ടു ക്യാരി ഔട്ട് ഓൺ ദി ഒക്കേഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ ടു ഓൾ ദ സ്റ്റുഡൻസ്. ഗ്രേറ്റ് ക്ലിയർ കേട്ടോ ശ്രീദേവി, ഗ്രേറ്റ്. യജ്ഞ ബാച്ച് എല്ലാ ഡേയ്സും ഉണ്ടോ? ഉണ്ട്. യജ്ഞ ബാച്ച് എല്ലാ ദിവസവും ഉണ്ട്, സൺഡേ ഓഫാണ് കേട്ടോ. യെസ്, ദ ടീച്ചർ ക്യാരി ഔട്ട് ദ ക്ലാസ്സസ് ഓൺ ഹോളിഡേയ്സ്. ഓൺ അല്ല, ഓൺ ഹോളിഡേയ്സ് കറക്റ്റാണ്, സോറി, ക്യാരി ഔട്ട് അല്ല, ഒന്നെങ്കിൽ ക്യാരീസ് ഔട്ട് കൊടുക്കാം അല്ലേ. ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് ക്യാരീസ് ഔട്ട് കൊടുക്കാം കേട്ടോ ആദിത്യ, അല്ലെങ്കിൽ ക്യാരിഡ് ഔട്ട്, ടീച്ചർ ക്യാരിഡ് ഔട്ട് ചെയ്തു എന്ന് കൊടുക്കാം. ഓക്കെ, പാസ്റ്റ് ടെൻസ് കൊടുക്കാം. സിംഗുലർ സബ്ജക്റ്റെങ്കിൽ സിംഗുലർ വേർബ്, കോൺകോഡ് പഠിച്ചതല്ലേ, ഓർക്കാം. ഉണ്ട്, ഫ്ലാഗിന് V2 V3 ഉണ്ട് കേട്ടോ. ഫ്ലാഗിന് V2 V3 ഉണ്ട്. ഫ്ലാഗിൻ്റെ V2 V3 ഇതാണ് ഫ്ലാഗ്ഡ്, GED, ഫ്ലാഗ്ഡ്, V2 ആൻഡ് V3. ഓക്കെ, അടുത്ത വേർബ് നോക്കിയേ, പാർ. പെയറല്ല, ഇതിന് എപ്പോഴും മാറിപ്പോകുന്ന പെയർ അങ്ങനെ പല യൂസിൽ. അപ്പോൾ ഇറ്റ്സ് പാർ മീൻസ് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. മനസ്സിലായി? ദ ഗവൺമെൻറ് പാർഡ് ദി, PARED ആണ് V2 V3 കേട്ടോ. അപ്പോൾ ഒരു ഡി കൂടി ഇട്ട് കൊടുത്താൽ മതി, പാർട്ട്. അപ്പോൾ പാർ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രിം ചെയ്യുക, നമ്മളതിനെ കട്ട് ഷോട്ട് ചെയ്യുക അല്ലേ, കട്ട് ചെയ്യുക, ട്രിം ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, ലെസൺ ചെയ്യുക എന്നൊക്കെയാണ് പാർ ചെയ്യുക എന്നുള്ള അർത്ഥം. വേർബാണേ. അടുത്ത ഡാമ്പൻ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഡാമ്പൻ മീൻസ് ഇത് തന്നെ, ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഡാമ്പന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, മോയിസ്റ്റഡ് അല്ലെങ്കിൽ വെറ്റ്, നനയ്ക്കുക എന്നുള്ളർത്ഥം. പിന്നെ ഉള്ളത് പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഹോപ്പാണ്, ഒരു പ്രതീക്ഷ, പോസിബിലിറ്റി, ഹോപ്പ്, പോസിബിലിറ്റി, അതെന്ന് പറയാം നമുക്ക് പ്രോസ്പെക്ട്.
വേറെ പ്രോസ്പെക്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ കോളേജിന്റെ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, നമ്മുടെ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ആ മാഗസിൻ അല്ല, അതിനെ പറ്റിയുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ. ഇറ്റ്സ് എ ബുക്ക് അല്ലേ, ഇറ്റ്സ് എ ജേർണൽ കൈൻഡ് ഓഫ് എ തിങ്, ഒരു ബ്രോഷർ ടൈപ്പ് ഓഫ് എ തിങ്. അതിനെ പ്രോസ്പെക്ടസ് എന്ന് പറയും അല്ലേ. പ്രോസ്പെക്ടസ് ഒരു കൺട്രി അല്ല, ഒരു കോളേജിന്റെ. സോ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി, കാൻഡിഡേറ്റ് ആണ്, ഒരു കാൻഡിഡേറ്റ്, അതിനെയാണ് പ്രോസ്പെക്ട് എന്ന് പറയാം. ഹൂ ഇസ് എ പ്രോസ്പെക്ട് ഫോർ ദ ഇലക്ഷൻ എന്നൊക്കെ ചോദിക്കില്ലേ, കാൻഡിഡേറ്റ്. ഓക്കെ, ഹൂ ഇസ് എ പ്രോസ്പെക്ട് ഓഫ് യുവർ പാർട്ടി എന്നൊക്കെ ചോദിക്കാം. സോ അതല്ലാതെ തന്നെ പ്രോസ്പെക്ട് എന്ന് പറയുന്നതിന് ഹോപ്പ്, പോസിബിലിറ്റി എന്നർത്ഥം ഉണ്ട്. പ്രോസ്പെക്റ്റിന് വേർബ് ഉണ്ട്, അർത്ഥമുണ്ട് കേട്ടോ. ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ സർവേ ചെയ്യുക എന്നർത്ഥവും ഉണ്ട് പ്രോസ്പെക്റ്റിന്. വേർബ് ഉണ്ട്, വേർബ് അർത്ഥം ഇൻസ്പെക്ട് ചെയ്യുക, അന്വേഷിക്കുക, ഓർ സർവേ ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്ക് തന്നെയാണ് വൊളറ്റൈൽ. അഡ്ജക്റ്റീവ് ആണ്. ടെൻസ്, വൊളറ്റൈൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, എപ്പോഴും കേൾക്കാം. ഇവർ തമ്മിൽ വൊളറ്റൈൽ റിലേഷൻഷിപ്പ് ആണ്. ടെൻസ്, സ്ട്രെയിൻഡ്, ഫ്രോട്ട്, അൺഈസി. അത്ര ഈസി ആയിട്ടുള്ളതല്ല, കുറച്ച് എന്താ പറയുക, വറീഡ് ആക്കുന്ന കുറച്ച് കാര്യമാണ്. ദാറ്റ് ഈസ് വൊളറ്റൈൽ. വൊളറ്റൈൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർത്തോണം, വൊളറ്റിലിറ്റി എന്നുള്ളതിൻ്റെ, വൊളറ്റിലിറ്റി ആണ് അതിൻ്റെ നൗൺ ഫോർമുലേഷൻ. വൊളറ്റിലിറ്റി, ടെൻഷൻ. വൊളറ്റിലിറ്റി, വൊളറ്റൈൽ. ഓക്കെ, വൊളറ്റൈൽ is adjective, volatility is noun. All right, yeah. നോക്കട്ടെ. The flag of Mozambique contains the image of AK-47. All right, yes. Using a vegetable peeler, pare the skin from lemons and divide it into two. All right, yes. Great, great. Let's hope for the best. Yeah, let's hope for the best. Company lessen the working hours for female workers. Yes, company lessen എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നെങ്കിൽ ലെസൺസ് കൊടുക്കുക, കമ്പനി അല്ലേ, സിംഗുലർ അല്ലേ കമ്പനി. അപ്പോൾ ലെസൺസ് കൊടുക്കണം അല്ലെങ്കിൽ ലെസൻഡ് കൊടുക്കണം. ഈ ലെസൺ എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഇതാക്കണമെങ്കിൽ, പ്ലൂറൽ ആക്കണമെങ്കിൽ, സിംഗുലർ ആക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? ലെസൺസ് ആക്കണം, എസ് കൊണ്ട് ആക്കാം അല്ലേ. ഇതാണ് V5. അപ്പോൾ ഇതിൻ്റെ V2 എന്താ? ലെസൻഡ്. V2 V3 ലെസൻഡ് ആണ്. ഓർത്തോണേ, ഇതൊന്നും മനസ്സിലോർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് എങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കുന്നതിനെ മറക്കണ്ട. ഓക്കെ, യാ. ദ റാൻഡം ആക്സസ് മെമ്മറി ഈസ് RAM ഈസ് an example of volatile memory. Yes, it is. Great, great. പോവാം, അടുത്തിലോട്ട് പോവാം. കമ്പൗണ്ട്. ഇറ്റ്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നൗൺ ആട്ടോ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. വെൻ ഇറ്റ് ഈസ് യൂസ് ആസ് എ നൗൺ, ഒരു കോമ്പൗണ്ട് ആണ് അല്ലേ. വാട്ടർ ഇസ് എ കോമ്പൗണ്ട്, കാരണം ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ്, ബ്ലെൻഡ് ആണ്, മിക്സ് ആണ്, കോമ്പൗണ്ട് അല്ലേ. അതിനെ കോമ്പൗണ്ട് പറയാം. കോമ്പൗണ്ട് രണ്ട് സംഭവം കൂടി ചേർന്നതിനെ കോമ്പൗണ്ട് എന്ന് പറയും. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത് കോമ്പൗണ്ട് നൗൺസ് അല്ലെങ്കിൽ നൗൺ കോമ്പൗണ്ട്സ് അല്ലേ. കോമ്പൗണ്ട് ഈസ് എ നൗൺ ആണേ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കും. കോമ്പൗണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കോമ്പൗണ്ട് ആണ്. ബ്ലെൻഡ്, മിക്സ് എന്നൊക്കെ അർത്ഥം. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. കമ്പൗണ്ട് നൗൺ എന്ന് നമ്മൾ പറയില്ല, ഇറ്റ്സ് കമ്പൗണ്ട് നൗൺ. അപ്പോൾ കമ്പൗണ്ട് നൗൺ എന്ന് പറയുമ്പോൾ ഫ്യൂസ് ചെയ്യുന്ന, മിക്സ് ചെയ്യുന്ന, അമൽഗമേറ്റഡ് എന്നൊക്കെ പറയാം. അമൽഗമേറ്റഡ് ആയിട്ടുള്ള, ഫ്യൂസ്ഡ് ആയിട്ടുള്ള, മിക്സ്ഡ് ആയിട്ടുള്ള, ബ്ലെൻഡഡ് ആയിട്ടുള്ള എന്നൊക്കെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വരും. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ് കോമ്പൗണ്ട്. ബട്ട് വേർബായിട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് കമ്പൗണ്ട്. കമ്പൗണ്ട് ചെയ്യുക. കമ്പൗണ്ട് ചെയ്യുക മീൻസ് അഗ്രവേറ്റ് ചെയ്യുക, ഒരു പ്രശ്നം. ഇന്ന് പഠിക്കുന്നത് നിങ്ങൾ വേർബാണ്. ഈ വേർബാണ് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് നിങ്ങൾ സെൻറ്റൻസിൽ കാണാൻ പോകുന്നത് കമ്പൗണ്ട് എന്നുള്ളതാണ്. കമ്പൗണ്ട് ചെയ്യാന്ന് മീൻസ് എന്താണ്? അഗ്രവേറ്റ് ചെയ്യുക. അഗ്രവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഴ്സൺ ചെയ്യുക. ഒരു പ്രശ്നത്തെ വീണ്ടും അതിനെ നമ്മൾ വേഴ്സൺ ആക്കുകയാണ്, അഗ്രവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിഫൈ ചെയ്യുക, കൂട്ടുകയാണ്, ഇൻറ്റൻസിഫൈ ചെയ്യുക, ഇൻഫ്ലെയിം ചെയ്യുകയാണ്, അത് വീണ്ടും മോശമാക്കുകയാണ്, മേക്ക് ഇറ്റ് വേഴ്സ് എന്ന് പറയില്ല, അതാണ് വേഴ്സൺ. ഓർത്ത് വെച്ചാൽ മതി. അഗ്രവേറ്റ് ചെയ്യുക, വേഴ്സൺ ചെയ്യുക, അതാണ് കമ്പൗണ്ട് എന്ന വേർബിൻ്റെ അർത്ഥം. കോമ്പൗണ്ട് വരുമ്പോൾ അതിന് മീനിങ് ഫ്യൂസ് ചെയ്യുക, മിക്സ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓൾറൈറ്റ്. അടുത്തത് പെഗ്. പെഗ് എന്ന് പറഞ്ഞാൽ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. പെഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെയില്, പിന്ന് എന്നൊക്കെ പറയില്ലേ. നമ്മൾ എവിടെയെങ്കിലും ഒരു അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആണി അല്ലെങ്കിൽ പിന്ന് അല്ലെങ്കിൽ ലിമിറ്റ് എന്നൊക്കെ അർത്ഥമാണ് പെഗിനുള്ളത്. പെഗിന് രണ്ടർത്ഥമുണ്ട്. പിന്നെ നെയിൽ എന്ന് പറയും, ലിമിറ്റ് എന്ന് പറയും. അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് എന്നും പറയാം. ഓക്കെ. എന്നാൽ ഈ പെഗിന് വേർബ് ഫോർമുലേഷനും ഉണ്ട്. വേർബ് ഫോർമുലേഷൻ ഉണ്ട്. അതായത് എന്ത് ചെയ്യുക? പിൻ ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക, അറ്റാച്ച് ചെയ്യുക എന്നർത്ഥം, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. പെഗ് ചെയ്യുക മീൻസ് പിൻ ചെയ്യുക, അറ്റാച്ച് ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക, ഫിക്സ് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. പെഗ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പെഗിൻ്റെ V2 V3 എന്തായിരിക്കും? പെഗ്ഡ് ആയിരിക്കും കേട്ടോ. ഓർത്തോണം, പെഗ്ഡ്. V2 V3. അടുത്തത് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഓർത്തോണം, എക്സ്റ്റെൻഡ് കേൾക്കുമ്പോൾ ഈ എക്സ്റ്റെൻഡ് മറക്കരുത്. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ചെയ്യുക.
വേർബ്. ഇത് വേർബാ. രണ്ടും പ്രൊനൗൺസിയേഷൻ കൊണ്ട് സിമിലർ. എക്സ്റ്റെൻഡ് ആൻഡ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ചെയ്യുക മീൻസ് എന്താ? നീട്ടി വെക്കുക, എക്സ്പാൻഡ് ചെയ്യുക എന്നർത്ഥമുണ്ട്. വൈഡൻ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ഡിലേ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? നീട്ടി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? എക്സ്റ്റെൻഡ്, എക്സ്പാൻഡ്, ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, അതർത്ഥം മാറ്റി വെക്കുക. ഓക്കെ. പക്ഷേ എക്സ്റ്റെൻഡ് എന്നർത്ഥം ഏരിയ, സൈസ്, ഡിഗ്രി അല്ലെങ്കിൽ ലെവൽ. ഓക്കെ, ഓർത്തോണം. ഐ കെ നോട്ട് ടോളറേറ്റ് ഇറ്റ് ടു എനി മോർ എക്സ്റ്റെൻഡ് എന്ന് കേട്ടില്ല. ഇനിയൊരു എക്സ്റ്റെൻഡ് എനിക്ക് പറ്റത്തില്ല എന്ന് പറയില്ല അത്. അടുത്തത് അൺപ്രസിഡന്റഡ്. അൺപ്രസിഡന്റഡ് ആക്ഷൻ. ഹീ ഈസ് എൻ അൺപ്രസിഡന്റഡ് റൂളർ എന്ന് കേട്ടിട്ടുണ്ടോ? അൺപ്രസിഡന്റ് എന്ന് വെച്ചാൽ ഇയാളെ പിന്നെ നമുക്ക് വേറൊരാളുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീ ഈസ് എൻ അൺപ്രസിഡന്റഡ് റൂളർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എൻ അൺപാരലൽഡ് റൂളർ. ആ പുള്ളിക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ ആളില്ല. ഇർറിപ്ലേസിബിൾ. ഓക്കെ. അൺപാരലൽഡ്, വേറൊരാൾ വെച്ച് പാരൽ ചെയ്യാൻ പറ്റില്ല, ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇർറിപ്ലേസിബിൾ. അപ്പോൾ ഓർത്തോണം, അൺപ്രസിഡന്റഡ് എന്ന അർത്ഥം ഇതാണ്. അൺപാരലൽഡ്, അൺഈക്വൽഡ്, ഇർറിപ്ലേസിബിൾ, അൺമാച്ച്ഡ്, വേറൊരാളുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. അൺമാച്ച്ഡ്, ഒരാളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാനേ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഡെഫിസിറ്റ്. എപ്പോഴും ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് മീൻസ് ഷോർട്ട് ഫോൾ, ഷോർട്ടേജ്, ഡെഫിഷ്യൻസി അല്ലേ, അല്ലെങ്കിൽ സ്ലിപ്പേജ് അല്ലേ, അണ്ടർ സപ്ലൈ എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ഡെഫിസിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. വളരെ 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 കോമൺ ആയിട്ടുള്ള യൂസേജ് ആണ്. ഓക്കെ. യാ. The government is trying to dampen the COVID cases. Yeah, lessen the COVID cases. Yes. He passes his hair once in a month. Cut his hair. Okay. Due to heavy rainfalls, our soil had dampened. Okay. She pared the cake. All right. Cut the cake. I don't know how to peg the deal. All right. How to set the deal. All right. Students peg the brochure on the notice board. All right. Attach fixed tray. Coronavirus now dampen, which turns out to cut the restrictions to people. Okay. All right. ഒരു കാര്യം പറയാവേ. Turns out to cut in the കാലം turns out cutting the restrictions of people. Turns out ഒരു preposition അല്ല, അതിനുശേഷം ഒരു noun കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി. To cut in the കാലം കുറച്ചുകൂടെ ബെറ്റർ യൂസേജ് ഇങ്ങനെയാണ്. കൊറോണ വൈറസ് നൗ, കൊറോണ വൈറസ് ഒറ്റ വൈറസിനല്ലേ പറയുന്നത്, സിംഗുലർ വൈറസ്. അപ്പോൾ വിച്ച് ഡാംപൻസ്, അതിപ്പോൾ ഡാംപൻഡ് ആയി, വിച്ച് ഡാംപൻസ് അല്ലേ. കൊറോണ വൈറസ് നൗ ഡാംപൻസ്, ഡാംപനായി, കുറഞ്ഞു, ലെസനായി. ഡാംപൻസ് എസ് ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റിനനുസരിച്ച് സിംഗുലർ വേർബ്. വിച്ച് ടേൺസ് ഔട്ട് ടു കട്ട് ദി റെസ്ട്രിക്ഷൻ. ടു കട്ടിന് പകരം ടു കട്ട് ദി റെസ്ട്രിക്ഷൻ തെറ്റൊന്നുമില്ല കേട്ടോ, ബട്ട് ഞാൻ പറയുന്നത് ജെറണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ. കട്ടിങ് ദി റെസ്ട്രിക്ഷൻസ് ടു ദി പീപ്പിൾ. ഓക്കെ. The dictatorship of Hitler unprecedented with any hour. Chippy, adjective. It's not verb. It's unprecedented. It is an adjective. കേട്ടോ. പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതും പ്രസിഡന്റ് ഇസ് രണ്ടാണ്. അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇത് അൺപ്രസിഡന്റഡ് ഇസ് അഡ്ജക്റ്റീവ് മാത്രമാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് വേർബ്. വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓൾ റൈറ്റ്, ഓർത്തോണം. ദ IQ ഓഫ് ഐൻസ്റ്റീൻ വാസ് അൺപ്രസിഡന്റഡ്. അത് പറയാം. ഓൾ റൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഹിറ്റ്ലർ ഈസ് അൺപ്രസിഡന്റഡ് വിത്ത് എനിവൺ കൊടുത്തു. എനിവൺ ഒറ്റ വാക്ക്, എനിവൺ ഒറ്റ വാക്ക്. ഓക്കെ. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഹിറ്റ്ലർ ഈസ് അൺപ്രസിഡന്റഡ്. അത് വേറെ ആരോടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈസ് കൊടുത്തിട്ട് അഡ്ജക്റ്റീവ് കൊടുത്തോ, ദാറ്റ്സ് റൈറ്റ്. ഈസ് കൊടുത്തിട്ട് അഡ്ജക്റ്റീവ് കൊടുത്താൽ ഇറ്റ്സ് റൈറ്റ് കേട്ടോ. വേർബ് അല്ലാതെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമല്ലോ, അപ്പോൾ കറക്റ്റാ. ബോസ് ആസ്ക്ഡ് ഹർ ടു പെഗ് ദി വർക്ക്. ബോസ് ആസ്ക്ഡ് ടു പെഗ് ഹർ ടു ഫാസ്റ്റൻ. ഫാസ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്ന, അലോറ ഉദ്ദേശിക്കുന്ന ഫാസ്റ്റൻ എന്താ? സ്പീഡാക്കാന്നാണോ? വർക്ക് സ്പീഡാക്കാന്നാണോ? സെറ്റ് ദ വർക്ക് ആണോ, ഫിക്സ് ദ വർക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഫാസ്റ്റൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഫാസ്റ്റൻ ദ സീറ്റ് ബെൽറ്റ്സ്, അതായത് സീറ്റ് ബെൽറ്റ്സ് അറ്റാച്ച് ചെയ്യുക, നമ്മളത് മുറുക്കിയിടുക, അതിനെയാണ് ഫാസ്റ്റൻ ചെയ്യാന്ന് പറയുന്നത്. ഒരു കാര്യം ടൈ ചെയ്യുക, കെട്ടിയിടുക, അതിനെയാണ് ഫാസ്റ്റൻ ചെയ്യാൻ പറയുന്നത്. ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് അൺഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ് എന്ന് കേൾക്കാം. പോസിറ്റീവ് ആയിട്ട് പറയുവാണെങ്കിൽ ഫാസ്റ്റൻ, നെഗറ്റീവ് ആണെങ്കിൽ അൺഫാസ്റ്റൻ, ഉരുക എന്നുള്ള അർത്ഥം. സി അല്ലാതെ ഫാസ്റ്റ് എന്ന വേർബിൻ്റെ അർത്ഥം ഈ പറയുന്ന ഫാസ്റ്റൻ ഇല്ല, അതുമായിട്ടൊരു ബന്ധമില്ല. അത് ഓർത്തോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. യാ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. സൈറ്റ്. സൈറ്റ് ചെയ്യുക അറിയാലോ. ഒരു കാര്യം സൈറ്റ് മീൻസ് കോട്ട് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അഡ്യൂസ് ചെയ്യുക. അതായത് യൂസ് ഇറ്റ് ആസ് എൻ എവിഡൻസ്. എവിഡൻസ് ആയിട്ട് നമ്മൾ സൈറ്റ് ചെയ്യുക എന്ന് പറയും. അഡ്യൂസ് ചെയ്യുക അല്ലെ, മെൻഷൻ ചെയ്യുക.
സൈറ്റിന് വേറൊരു അർത്ഥത്തോടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് പ്രൈസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെ നമ്മളെ പുകഴ്ത്തുക, നല്ല വാക്ക് പറയാം, നല്ല വാക്ക് പറയുന്നതിന് സൈറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത ട്രജക്ടറി. നമ്മൾ ട്രജക്ടറി ഒരുപാട് കേട്ടിട്ടുണ്ട്. പാത്ത്, കോഴ്സ്, റൂട്ട്, ട്രാക്ക്. ട്രജക്ടറി ഓഫ് ദി ഗ്രോത്ത് ട്രജക്ടറി എന്നൊക്കെ പറയില്ലേ, ഗ്രോത്തിൻ്റെ ആ പോക്ക്, ട്രാക്ക് അല്ലെങ്കിൽ റൂട്ട്, കോഴ്സ് എന്നൊക്കെ പറയും ട്രജക്ടറി. ഓക്കെ, കൊടുത്ത് വെച്ചോണേ. The accident caused an unprecedented number of deaths. The accident cause അല്ല, the accident caused. The accident caused കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആക്സിഡൻറ്റ് സിംഗുലർ ആണല്ലോ, അപ്പോൾ അതിന് പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ യൂസേജ്. The accident caused. Okay. APJ Abdul Kalam was unprecedented among the president of India. All right. The boy pegged a poster on the wall. Okay. Hi Hari. എവിടെയായിരുന്നു ഹരി? ഉറങ്ങിപ്പോയെന്ന്. സ്പീഡാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നി സ്പീഡാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്പീഡ് തെറ്റല്ല കേട്ടോ, തെറ്റാണ് കേട്ടോ. എനിക്ക് തോന്നിയതും എനിക്ക് സെൻറ്റൻസ് വായിച്ചപ്പോൾ കോണ്ടെക്സ്റ്റിൽ എനിക്ക് കിട്ടിയ മീനിങ് ആണ്. അപ്പം അലോറ ഉദ്ദേശിച്ചത് അത് തന്നെയല്ലേ, ദാറ്റ്സ് ഇറ്റ്. ഐ ഗെറ്റ് ദ കണക്ഷൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ അതല്ല, അത് തെറ്റാണ്. ദ ഷോർട്ടേജ് ഓഫ് റെയിൻ അഫക്റ്റ് ആണോ? അഫക്ട്സ് ദി പീപ്പിൾ അഡ്വേഴ്സ്ലി. ആദിത്യ, ഷോർട്ടേജ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. ഷോർട്ടേജ് സിംഗുലർ അല്ലേ, ഷോർട്ടേജ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ അല്ലേ, കുറവ് അല്ലേ. അപ്പം ഷോർട്ടേജ് ഓഫ് റെയിൻ അഫക്ട്സ് അല്ലേ, affects the people adversely. Singular na singular verb atrol. I didn't remember the name of the compounds which I learned in the last chemistry lab. Okay, chemistry class. All right. King Martanda Varmas illa. Revdi തെറ്റ്. വർമാസ് വരുമ്പോൾ അപ്പസ്ട്രോഫി വന്ന അതിൻ്റെ അർത്ഥം എന്താ? മാർത്താണ്ഡ വർമ്മയുടെ എന്ന് കഴിഞ്ഞ ഒരു നൗൺ വരണം. പൊസസീവ് ഇത് കൊടുത്താൽ അതിൻ്റെ നൗൺ മാർത്താണ്ഡ വർമ്മയുടെ എന്ത് അത് വേണ്ടേ? അപ്പോൾ അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. And the King Martanda Varma's rule was an unprecedented one എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, King Martanda Varma's reign അല്ലെങ്കിൽ regime was an unprecedented one. അല്ലെങ്കിൽ was unprecedented. ആനും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വൺ ഉണ്ടെങ്കിൽ ആൻ കൊടുക്കാം കേട്ടോ. an unprecedented one. ഓക്കെ. ഹരി CGL എക്സാം ആണല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. എപ്പോഴാണ്, ഏത് ഷിഫ്റ്റാ, ഏത് ടൈമിലാ? among the presidents of India എന്നല്ലേ വരേണ്ടത്? ഏതാണ്? സോറി, among the presidents of India. അത് തന്നെ വിദ്യ. സോറി ആരാണ്? ചിപ്പി. താങ്ക് യു ചിപ്പി. ഓക്കെ. APJ അബ്ദുൽ കലാം വാസ് അൺപ്രസിഡന്റ് among the presidents of India വേണം കേട്ടോ. വിദ്യ പ്രസിഡന്റുകളുടെ ഇടയിൽ അല്ലേ, പ്ലൂറൽ വേണം അവിടെ, ഇല്ലെങ്കിൽ തെറ്റുവേ. താങ്ക് യു. യെസ്, the missile deflected from its trajectory. Yes. Okay, I'll cite an example before moving to further. All right. Before moving to further അല്ല, before moving further. Further is an adverb. Adverb ആയിട്ട് ഉപയോഗിക്കാം, adjective ആയിട്ട് ഉപയോഗിക്കാം, verb ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ adverb ആണ്, അവിടെ പിന്നെ preposition ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്ത് കൊടുക്കണം? I'll cite an example before moving further എന്നുള്ള കേട്ടോ, ശ്രദ്ധിച്ചോണം. ഓക്കെ. യെസ്. 12:30 അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് എഴുതിക്കോണം എക്സാം. അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ ഓർത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല, റെഗുലറായിട്ട് പോകുന്ന ആളല്ലേ, നന്നായി വരട്ടെ. ഓക്കെ, അടിപൊളി. അപ്പോൾ അടുത്ത് എക്സാസബേറ്റ്. ഒരുപാട് തവണ നമ്മൾ പറയുന്നുണ്ടല്ലോ. എക്സാസബേറ്റ് പറയുമ്പോൾ എക്സാസ്പെറേറ്റ് എന്ന വാക്ക് ഓർക്കണം. ഇറിറ്റേറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക അല്ലേ. ഒരാളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സാസ്പെറേറ്റ് എന്ന് പറയും. ഇറിറ്റേറ്റ്, ശ്രദ്ധിക്കണം സ്പെല്ലിങ്. എക്സാസ്പെറേറ്റ്, ഇറിറ്റേറ്റ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ്. വേർബ്. ഓക്കെ. എക്സാസബേറ്റും വേർബാ. അതിൻ്റെ അർത്ഥം എന്നാ? മോശമൊക്കെ വീണ്ടും. മേക്ക് ഇറ്റ് വേഴ്സ്, അഗ്രവേറ്റ് ചെയ്യുക, വേഴ്സൺ ചെയ്യുക, ഇൻഫ്ലെയിം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക അതിന്? ഇൻഫ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഇൻറ്റൻസിഫൈ ചെയ്യുക അല്ലേ. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. പ്രശ്നം വീണ്ടും ഗുരുതരമാക്കുക. ദാറ്റ് ഈസ് എക്സാസബേറ്റ് ചെയ്യുക. എക്സാസബേറ്റ്, CERBATE. എക്സാസ്പെറേറ്റ് ഈസ് ഇറിറ്റേറ്റ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക. രണ്ട് ഓർത്തോളം കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നതാണ്. എപ്പോഴും പറയുന്നതാണ്. എനിവേസ്, ഒരിക്കൽ കൂടി നോട്ട് ചെയ്യാം. അടുത്ത സ്പട്ടർ. സ്പട്ടർ ഈസ് എ വേർബ്. സ്പട്ടർ ചെയ്യുന്ന ഒരു മാറ്റം, എന്താ പറയുക, ഒരു എന്താ വേവറിങ് ആയിട്ടൊരു എഫക്റ്റ്, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡിലേ, ഫോൾട്ടർ, ഹെസിറ്റേറ്റ്, സ്റ്റാമർ. ഇതൊക്കെയാണ് സ്പട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫോൾട്ടർ ചെയ്യുക, ഒരു ചെറിയൊരു മടി പോലെ നമ്മളൊന്ന് ഡിലേ ചെയ്ത് നിൽക്കുകയാണ്, ഹെസിറ്റേറ്റ് ചെയ്യാണ്, സ്റ്റാമർ ചെയ്യാണ്. ദാറ്റ് ഈസ് സ്പട്ടർ. അടുത്തത് കൊളോററി നൗണാണ്. കൊളോററി, സോറി വീണ്ടും തെറ്റി, ഐ എം സോ സോറി. ഓക്കെ, ഇറ്റ് ഈസ് കൊറോളറി. കൊളോററി മീൻസ്
Corollary means aftermath, അല്ലെങ്കിൽ consequence, outcome, result എന്നൊക്കെ പറയില്ല, after effect, result എന്നൊക്കെ പറയില്ലേ, അതാണ് corollary എന്ന വാക്കിൻ്റെ അർത്ഥം. Corollary means aftermath, after effect, result, consequence, outcome. ഓർത്ത് വെച്ചോണം. Okay? Yeah. The trajectory of the projectiles was an important topic in the physics in school days. In physics in school days, yes, great. The trajectory of spacecraft is visualized by the ISRO authority. Yes. Yes, yes, yes. Okay. Don't interfere to exacerbate the issue. Interfere ഒരു പ്രശ്നമുണ്ട് ജിപ്പി. Interfere കൂടെ എപ്പോഴും വിത്ത് വേണം. വിത്ത് ആസ് എ പ്രിപ്പോസിഷൻ നിർബന്ധമാണ്. അപ്പോൾ don't interfere with the issue ഇങ്ങനെ കൊടുക്കണം. Don't interfere with the issue. അല്ലെങ്കിൽ don't interfere with the issue to exacerbate it. അത് കുളവാക്കാൻ നിൽക്കരുത്, അല്ലെ വെറുതെ ഇന്റർഫിയർ ചെയ്ത് കുളവാക്കരുത്, അങ്ങനെ വരാം. അപ്പോൾ don't interfere with the issue to exacerbate it എന്ന് കൊടുക്കാം കേട്ടോ. Hi Altaf. Good morning. Welcome to our session. Some dermatologists think that bars of chocolate and greasy fry-ups exacerbate acne. Yeah, clear. Yes. കൊളോറി അഡ്ജക്റ്റീവായിട്ട് വരും എപ്പോഴാണ്? നൗണിന് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. കൊറോളറി അഡ്ജക്റ്റീവായിട്ട് വരും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അഡ്ജക്റ്റീവ് യൂസേജ് ആണ്. അതെങ്ങനെയാണ്? നൗൺ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കില്ല, അങ്ങനെ വരും കേട്ടോ രേവതി, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. I don't want to exacerbate the situation. Yes, Veena, we don't want to. അല്ലേ? അടുത്ത സെറ്റ് പിടിച്ചോ. Unrest. Unrest means disruption, ഡിസ്റ്റർബൻസ്, അജിറ്റേഷൻ, അല്ലെ, ഒരു പ്രശ്നം, അതിനാണ് അൺട്രസ്റ്റ്, പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. മൂട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത മൂട്ട് മീൻസ് അഡ്ജക്റ്റീവായിട്ടും വേർബായിട്ടും ഉപയോഗിക്കും. ഡിബേറ്റബിൾ ആണ്, ആർഗ്യൂബിൾ ആണ്. അല്ലെങ്കിൽ മൂട്ട് ചെയ്യുക മീൻസ് റേസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോച്ച് മീൻസ് ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. യു പുട്ട് ഫോർത്ത് ക്ലെയിം, ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുകയാണ്. ബ്രിങ് അപ്പ് മുന്നോട്ട് വെക്കുകയാണ്. ബ്രിങ് അപ്പ് ഫ്രേസൽ വേർബിന്റെ മീനിങ് തന്നെയാണ് ബൂട്ട്. ഓക്കെ. അടുത്തത് സ്റ്റെം നിങ്ങൾക്ക് അറിയാലോ. സ്റ്റെം എന്താണ്? ഒരു ട്രീ, ഒരു പ്ലാന്റിന്റെ സ്റ്റെം എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: സ്റ്റോപ്പ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക. യു ഹാവ് ടു സ്റ്റെം ദി ഇൻഫ്ലേഷൻ കുറയ്ക്കണം. യു ഹാവ് ടു സ്റ്റെം ദി പ്രൈസ് ഹൈക്ക് എന്നൊക്കെ പറയില്ലേ. സ്റ്റെം, ഹിൻഡർ ചെയ്യുക, ഹോൾഡ് ബാക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ദാറ്റ് ഇസ് സ്റ്റെം. അടുത്തത് സ്കാറിങ് പറയുമ്പോൾ ഓർത്തോണേ, സ്കാറിൻ്റെ കൂടെ ING ഉപയോഗിക്കുക. സ്കാർ വരുത്തുക, സ്കാർ എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മുറിപ്പെടുത്തുക, അതല്ലേ സ്കാർ ചെയ്യുക. ഉപദ്രവിക്കുന്നതിനാണ് ഡാമേജ് ചെയ്യുക, അല്ലെ സ്കാർ വരുത്തുക, ഒരു വിള്ളൽ വരുത്തുക, അല്ലെ സ്കാറിങ്ങും സ്കെയറിങ്ങും രണ്ടാണ്, ഓർത്തോണേ. സ്കെയറിങ്ങിന് ഒരു ആറേ ഉള്ളൂ, സ്കെയർ ചെയ്യുക, സ്കെയറിങ് ആണെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, സ്കാറിങ് ആണെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. സ്കെയറിങ് മീൻസ് ഫ്രൈറ്റനിങ്, പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ത്രെറ്റനിങ്, അല്ലെ. സ്കെയറിങ് ആണ്. സ്കെയറിങ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലെ? സ്കെയറിങ് പേഴ്സൺ, അയാളൊരു വളരെ സ്കെയറിങ് പേഴ്സണാലിറ്റി ആണ്, അതായത് വളരെ ഫ്രൈറ്റനിങ് ആണ്, ഭയങ്കര പേടിപ്പെടുത്തും, ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണ് എന്നൊക്കെ പറയാം. സ്കെയർ എന്നതിൻ്റെ. ബട്ട് സ്കാർ ഇല്ലേ, നമ്മൾ നമ്മുടെ ലയൺ കിങ്ങിലൊക്കെ പഠിച്ച സ്കാർ, ആ സ്കാർ പോലത്തെ സ്കാർ, നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ വരുത്തുന്ന സ്കാറില്ല, ആ സ്കാർ എന്ന് പറഞ്ഞാൽ മുറിവ്, അല്ലെങ്കിൽ മുറിവിൻ്റെ പാടല്ല, അത് സ്കാർ. അപ്പോൾ പാട് വരുത്തുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പാട് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഡാമേജ് അല്ലേ. സോ സ്കാറിങ് മീൻസ് ഡാമേജിങ്, ബ്ലെമിഷിങ്, ഡിഫേസിങ്, അല്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. വെച്ചോണം. രണ്ടാണ്, മാറിപ്പോയത്. ഡബിൾ ആർ ഉണ്ടെങ്കിൽ സ്കാറിങ്, ഡബിൾ ആർ ഇല്ല, ഒറ്റ ആറേ ഉള്ളെങ്കിൽ സ്കെയറിങ്. രണ്ടും ഓർത്ത് വെക്കുക. രണ്ടാണ്, രണ്ടും ഓർത്ത് വെക്കുക. അടുത്തത് ഡിവൈസ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ഒരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന് ഡിവൈസ് എന്ന് പറയും, അല്ലെ. ഡിവൈസ് നൗൺ ആണ്, നോക്കണേ. CE നൗൺ ആണ്. ഇൻസ്ട്രുമെന്റ്, ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ്. ഡിവൈസ്, ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്ന? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഒരു കാര്യം ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിവൈസ് മീൻസ് പ്ലാൻ ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, കൺസീവ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഡിവൈസ് എന്നർത്ഥം, അല്ലെ. ഒരു കാര്യം നടത്തിയെടുക്കുക, പ്ലാൻ ചെയ്ത് നടത്തിയെടുക്കുക, ദാറ്റ് ഇസ് ഡിവൈസ് ചെയ്യുക. DEVISE വേർബാണ്, പ്രാക്ടീസിൻ്റെ SE വേർബാണ്, CE നൗൺ ആണ്. സെയിം സാധനമാണ്. ഡിവൈസ് എന്ന വേർബ് ഉണ്ട്, ഡിവൈസ് എന്ന നൗൺ ഉണ്ട്. ബട്ട് SE അഡ്വൈസ് പോലെ, പ്രാക്ടീസ് പോലെ, ലൈസൻസ് പോലെ, SE വന്നാൽ വേർബ്, CE വന്നാൽ നൗൺ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണം, മറക്കരുതേ. Most of the time, the involvement of third party exacerbate the quarrel between two. Yes. അത് ശരിയാണല്ലേ ശ്രീദേവി? കറക്റ്റ്. Bal Gangadhar Tilak is considered to be the father of Indian unrest.
Indian agitation. Okay. Sheri. All right. The musician started with a stammer tune. Okay, but he managed to finish it smoothly. Great. She has a large scar on her right palm. Yes, ആ scar തന്നെ മുറിപ്പാടല്ലേ അത് തന്നെ. The political turmoil and unrest of the African countries is a major problem. Yes. അപ്പോൾ ഒറ്റ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈസ് എ മേജർ പ്രോബ്ലം കറക്റ്റ് ആണ് കേട്ടോ. ഒരേ മീനിങ് ഉപയോഗിക്കുന്ന രണ്ട് കാര്യമല്ലേ. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. മൈ ടീച്ചർ ഈസ് കേപ്പബിൾ ടു ഡിവൈസ് ദി സയൻസ് ഫെയർ. ഗ്രേറ്റ്. മൈ കൊളീഗ്സ് ഡിവൈസ് ഫോർ എ വെക്കേഷൻ ട്രിപ്പ്. ഡിവൈസ് ഫോർ എ വെക്കേഷൻ ട്രിപ്പ് വേണ്ട, ഡിവൈസ് എ വെക്കേഷൻ ട്രിപ്പ് മതി. ഡിവൈസ് എന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒബ്ജക്റ്റ് വരണം. അത് നമ്മൾ പഠിക്കും കേട്ടോ ദേവിക, അതെന്താ നമ്മൾ പഠിക്കും. ഡിവൈസ് എന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആണ്, അതിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരണം. ഡിവൈസ് ഫോർ എ ട്രിപ്പ് വേണ്ട, ഡിവൈസ് എ വെക്കേഷൻ ട്രിപ്പ് മതി കേട്ടോ. വെക്കേഷന് ഡബിൾ സി ഇല്ല, സ്പെല്ലിംഗ് കറക്റ്റ് ആക്കണേ. ഡബിൾ സി ഇല്ല, വെക്കേഷന് VACATION ആണ് വെക്കേഷൻ. ഓക്കെ, യെസ്. അടുത്ത് നോക്കിക്കേ, ഷാക്കിൾ. ഷാക്കിൾ മീൻസ് അയൺസ്. അയൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഹാൻഡ് കഫ് ഇല്ലേ, ഹാൻഡ് കഫ്, കൈ എടുക്കുന്ന ഹാൻഡ് കഫ്. അയൺ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചു നിങ്ങളെ. അയൺ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണാണ്. എന്ത്? അയൺ, ഇരുമ്പ് അല്ലേ. ബട്ട് അയൺസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗണാണ്. ഇതൊരു പ്ലൂറൽ നൗണാണ്. അതിൻ്റെ അർത്ഥം ഹാൻഡ് കഫ്സ് എന്നാണ് അർത്ഥം, അയൺസ്. ഓക്കെ, യാ. അപ്പോൾ ഷാക്കിൾ മീൻസ് നൗൺ ആയിട്ടും വേർബായിട്ടും പറഞ്ഞാൽ ഫെറ്റർ. ഫെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ വിലങ്ങ്, അതാണ് വിലങ്ങ് അല്ലെങ്കിൽ ഹാൻഡ് കഫില്ലേ, അതിനെയാണ് അയൺ ഫെറ്റർ എന്ന് പറയാം. അപ്പോൾ ഷാക്കിൾ ചെയ്യുക മീൻസ് ചെയിൻ അതേ മീനിങ് ആണ്. ചെയിൻ ചെയ്യുക, ചെയിനിലാക്കുക അല്ലേ, തടവിലാക്കുക, വിലങ്ങിടുക, മെനക്കിൾ തടവിലാക്കുക, അതാണ് അർത്ഥം. ഓക്കെ, സോ അടുത്ത ബാക്കിംഗ്. ഗവൺമെന്റ് നീഡ് ബാക്കിംഗ് ഫ്രം ദ കൺട്രീസ്, നെയ്ബറിംഗ് കൺട്രീസ് എന്നൊക്കെ പറയാം. ശ്രീലങ്ക നീഡ്സ് ബാക്കിംഗ്, ഇക്കണോമിക് ബാക്കിംഗ് ഫ്രം ദ നെയ്ബറിംഗ് കൺട്രീസ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ബാക്കിംഗ് മീൻസ് സപ്പോർട്ട്, അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ ബാക്കിംഗ്, ഹെൽപ്പ്, സപ്പോർട്ട്, അസിസ്റ്റൻസ്. അടുത്തത് ഇൻസർജൻസി അല്ലെ. ഇൻസർജൻസി ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പൊളിറ്റിക്കൽ ഇൻസർജൻസി ഇൻ റഷ്യ എന്നൊക്കെ പറഞ്ഞ അല്ലെ. റഷ്യയിലെ ഉക്രൈനിലെ ഇൻസർജൻസി, റിവോൾട്ട്, അപ്രൈസിങ്, റിബല്യൻ, മ്യൂട്ടിനി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇൻഡിപെൻഡൻസ് നമ്മൾ ഒരുപാട് തവണ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇൻസർജൻസി എന്ന വാക്ക് കാണാം. ദാറ്റ് മീൻസ് റിവോൾട്ട്, അപ്രൈസിങ്, റിബല്യൻ, മ്യൂട്ടിനി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അൺലീഷിയ. അൺലീഷിയ എന്ന് പറഞ്ഞതിൽ ഞാൻ എഴുതിയ മീനിങ് മാറിപ്പോയി. അൺലീഷിയ മീൻസ് ലൂസ് ചെയ്യുക. സോറി കേട്ടോ, അൺലീഷിന്റെ മീനിങ് എഴുതിയ മാറിപ്പോയി. ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ തരാം. ലൂസ് ചെയ്യുക, അഴിച്ചുവിടുക കേട്ടോ, അഴിച്ചുവിടുക. മേക്ക് ഫ്രീ, സെറ്റ് ഫ്രീ ആ അർത്ഥം കേട്ടോ. അൺലീഷിയ മീൻസ് എന്ത് ചെയ്യുക, അഴിച്ചുവിടുക, ലൂസ് ചെയ്യുക. ഓക്കെ, പുറത്തോട്ട് എന്താ നമ്മൾ തടവിലാക്കിയ ഒരാളെ നമ്മൾ അൺലീഷ് എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ റിവീൽ ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. ഡിസ്ക്ലോസ് ചെയ്യുക, അൺലീഷ് ദി ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യുക, പുറത്ത് വരട്ടെ, ട്രൂത്തൊക്കെ പുറത്തോട്ട് വരട്ടെ, തിരിച്ചറിയട്ടെ എല്ലാവരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ, ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ ഇറ്റ് വിൽ ബിക്കം എ ഫ്രേസൽ വേർബ്. ഗ്യാപ്പ് ഇല്ലാതെ വന്നാൽ അതിനെ ഞാൻ എന്ത് പറയും, എന്താ, നൗൺ ആണ്. സോ ബ്രേക്ക് ഡൗൺ, മെന്റൽ ബ്രേക്ക് ഡൗൺ കേട്ടിട്ടില്ലേ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ മാൽ ഫങ്ഷൻ, എന്തോ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഫെയിലിയർ, അല്ലെങ്കിൽ കൊളാപ്സ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ മെന്റൽ ബ്രേക്ക് ഡൗൺ കേട്ടില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. കൊളാപ്സ്, ഫെയിലിയർ, മാൽ ഫങ്ഷൻ എന്ന് ബ്രേക്ക് ഡൗൺ എന്ന നൗണിന്റെ അർത്ഥം. They were devising of their future. ഡിവൈസിങ് ഓഫ് ദർ ഫ്യൂച്ചർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡിവൈസ് എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് വെർബ് ഓർ ആർട്സ്. അപ്പോൾ എന്ത് കൊടുക്കണം? ദേ വർ ഡിവൈസിങ് ദർ ഫ്യൂച്ചർ, ദേ വർ പ്ലാനിങ് ദ ഫ്യൂച്ചർ, ദേ വർ ഫോർമുലേറ്റിംഗ് ദ ഫ്യൂച്ചർ. അതിനുശേഷം ഒബ്ജക്റ്റ് വരണം കേട്ടോ, അല്ലാതെ പ്രൊപ്പോസിഷൻ വരരുത്. You can devise your own study plan. That's right. That's great. I had devised my exam route yesterday. Very good. Plan ചെയ്തു വെച്ചല്ലേ. Good Hari. I want to break free from the chains that shackle me to them. Yes, you shackle me, chain me to them. Yes, correct. I need backing from you to improve my English. Of course, you got that. Okay, Veena, great. The court unleashed the convicted man. Great. Free ചെയ്തു അല്ലേ, set free. Great. Don't unleash the animal inside you. വെരി ഗുഡ്. ഇത് ഞാൻ ഒരുപാട് കേട്ട് പരിചയമുള്ള അല്ലേ. എൻ്റെ ഉള്ളിലെ മൃഗത്തിനെ നീ അഴിച്ചു വിടരുത്. യെസ്. വെൻ ഐ ഹാഡ് ബ്രേക്ക് അപ്പ് ഐ ബ്രോക്ക് ഡൗൺ. ഓക്കെ, അത് ഈ ബ്രോക്ക് ഡൗൺ ഇപ്പം റജിൻ ഉപയോഗിച്ചേക്കുന്നത് എന്താണ്, അത് വെൻ ഐ ഹാഡ് ബ്രേക്കപ്പ് ആകുമ്പോൾ ഒറ്റയടിക്ക് എഴുതണം. ഇറ്റ്സ് എ നൗൺ അല്ലേ, ബ്രേക്കപ്പ് നൗണാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് എടുക്കണം, അല്ലെങ്കിൽ ഹൈഫൻ ഇട്ട് കൊടുക്കുക. വെൻ ഐ ഹാഡ് എ ബ്രേക്കപ്പ്, എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ. വെൻ ഐ ഹാഡ് എ ബ്രേക്കപ്പ്, ഒരു ബ്രേക്കപ്പ് അങ്ങനെ കൊടുക്കണേ. വെൻ ഐ ഹാഡ് എ ബ്രേക്കപ്പ് ഒറ്റ ഇത്, ഒന്നെങ്കിൽ ഹൈഫൻ ഇടുക അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഐ ബ്രോക്ക് ഡൗൺ. ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ബ്രോക്ക് ഡൗൺ, ആ ബ്രോക്ക് ഡൗൺ സംഭവം ഇത് തന്നെ കൊളാപ്സ് ആയി, ഞാൻ ആകപ്പാടെ തകരാറിലായി എന്ന് പറയാം. സെറ്റാണ്, പക്ഷേ അത് ഫ്രേസൽ വേർബ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ബ്രേക്ക് ഡൗൺ ഗ്യാപ്പ് ഇട്ടിരുന്നാൽ ഫ്രേസൽ വേർബ്, ബ്രേക്ക് ഡൗൺ ഗ്യാപ്പ് ഇടാതിരുന്നാൽ ഇറ്റ്സ് എ നൗൺ. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു
നെക്സ്റ്റ് സെറ്റ്, ലാസ്റ്റ് സെറ്റ് ആണ് ഫോൾട്ട് ലൈൻ. പ്രോബ്ലം, ട്രബിൾ, ഫിഷർ, ക്രാക്ക് എന്നാണ് ഫോൾട്ട് ലൈൻ്റെ അർത്ഥം. കീ ഫോൾട്ട് ലൈൻ ഓഫ് ദ കൺട്രി, ദ കീ ഫോൾട്ട് ലൈൻ ഓഫ് ദ ഗ്രോത്ത്, നമ്മുടെ ഗ്രോത്തിൽ ഏറ്റവും പ്രോബ്ലം, ട്രബിൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഫിഷർ അവിടെ ഒരു വിള്ളൽ കൊണ്ടുവരുന്ന, ക്രാക്ക് കൊണ്ടുവരുന്ന. ഫോൾട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ജോഗ്രഫിക്കലി ഫോൾട്ട് ലൈൻ എന്ന് ഇത്രേ ഉള്ളൂ. എർത്തിൻ്റെ ഒരു ക്രാക്ക്, എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഒരു ക്രാക്കിനാണ് ഫോൾട്ട് ലൈൻ എന്ന് പറയാം. സോ അതിൻ്റെ അർത്ഥം നമുക്കുള്ളൊരു പ്രോബ്ലം, ഇഡിമാറ്റിക്കലി അതിൻ്റെ അർത്ഥം ഇതാണ്. അടുത്ത പോസ്. പോസ് നൗണായിട്ട് മൊബൈൽ പോസ് ചെയ്യുക അല്ലേ, പോസ്റ്റർ നമ്മുടെ ആ പോസ്റ്റൽ മോഡൽ ചെയ്തിരിക്കുന്നില്ലേ. അല്ലെങ്കിൽ പോസ് മീൻസ് പ്രിറ്റൻസ്, ആക്ട്. ഇത് വെറും ആക്ട് അല്ലേ, വെറും അല്ലേ പ്രകടനം, പ്രിറ്റൻസ് അല്ലെങ്കിൽ ആക്ട്. പോസ് വെർബായിട്ടും പറയാം പോസ് ചെയ്യുക. ഇറ്റ് പോസ് എ ഗ്രേറ്റ് ഡേഞ്ചർ അല്ലേ, ദിസ് പോസ് എ ഗ്രേറ്റ് പോസ്റ്റ് SCD പോസ്റ്റ് എ ഗ്രേറ്റ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും അല്ലേ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു എന്നർത്ഥം. ഡിസോൺ ചെയ്യുക വെർബാണ്, റിജക്റ്റ് ചെയ്യുക. ദ ഗവൺമെന്റ് ഡിസോൺഡ് എന്ന്, അല്ലെങ്കിൽ എന്താണ് ദ പേഴ്സൺ ഡിസോൺഡ്, ദ മാൻ ഡിസോൺഡ്, റിജക്റ്റ് ചെയ്തു, റിഫ്യൂസ് ചെയ്തു, കാസ്റ്റ് അസൈഡ് വീണ്ടും ഡിസ്കാർഡ് ചെയ്തു എന്നർത്ഥം. റിഫ്യൂസ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അബാൻഡൻ ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് ഡിസോൺ. ട്രയംഫ് അറിയാം, വിക്ടറി, സക്സസ്. വെർബായിട്ട് ഉപയോഗിക്കാം, വിൻ, സക്സീഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓൾ റൈറ്റ്. ടൈപ്പ് ചെയ്തപ്പോഴാണ് അല്ലേ, കുഴപ്പമില്ല. ദാറ്റ്സ് ഇറ്റ്. ലോർഡ് ഓഫ് റിങ്സ്, ശരിയാ. ഓക്കെ, ഗ്രേറ്റ്. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോട്ടെ. സിമ്പിളായ വേർഡ്സ് അല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, ലാസ്റ്റ് ഒക്കെ സിമ്പിളായ വേർഡ്സ് അല്ലേ. അപ്പോൾ 10 മണിക്ക് സാറിൻ്റെ ക്ലാസ് ഉണ്ട്, നമുക്ക് സമയം ഒട്ടും കളയണ്ട, നമുക്ക് റീസണിങ് ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ലൈക്ക് ഇടുന്നില്ല, ഞാനത് പറഞ്ഞു തരണോ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ, ആൻഡ് ലൈക്സ് ഇടാൻ മറക്കണ്ട. കോൺട്രിബ്യൂട്ട് യുവർ ലൈക്സ് ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, സെക്കൻഡ് ബാച്ചാണിത്, ഡിഗ്രി പ്രിലിംസ് 2.0. അപ്പോൾ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചാണ്. 5 മാസം അല്ലെങ്കിൽ 4.5 മാസം കൊണ്ട് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവസാന മിനിറ്റിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് ഇസ് എ ലോട്ട് ടു ടേക്കൻ. അപ്പോൾ 27-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 2 ക്ലാസ്സുകളാണ്, 1.5 മണിക്കൂർ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ട്, സൺഡേസിൽ ഓഫ് ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ആർട്ടിക്കിളോട്ട് വരുന്നു. ഇതാ ആർട്ടിക്കിൾ പിടിച്ചോ, ബംസ് അഹെഡ്. പ്രശ്നമാണ്, പ്രതിസന്ധി ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഫോൾട്ട് ലൈൻസ് ആർ പ്രസന്റ് ഇൻ ദ ഓസോൺ ലെയർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. യെസ് വീണ, യെസ്. ഹായ് അക്ഷയ്, താമസിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞു വിടാം അല്ലേ, വേഗം ആർട്ടിക്കിൾ പറഞ്ഞു വിടാം. നമുക്ക് 42 ലൈവ് വ്യൂവേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഐ നീഡ് യുവർ സപ്പോർട്ട് പീപ്പിൾ. പകുതി പേര് പോലും എനിക്ക് ലൈക്ക് ഇട്ടിട്ടില്ല. ദാറ്റ്സ് സോ സാഡ് അല്ലേ, സങ്കടമായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ദ മാഡ്മാൻ പോസ്റ്റ് created traffic in the city. All right, the gun issue is an ideological fault line between North American brethren. Yes. Okay. He disowned the job proposal. Great. Pakistan struggles fault line for lack of resource and power cut. Pakistan struggle ചെയ്തു, പ്രോബ്ലം അല്ലേ, സ്ട്രഗിൾഡ് പ്രോബ്ലം എന്ന് പറയുമോ, സ്ട്രഗിൾസ് പ്രോബ്ലം എന്ന് പറയില്ല, അതിൽ തെറ്റല്ലേ. അപ്പോൾ ആ ഫോൾട്ട് ലൈൻ തെറ്റാ കേട്ടോ, അവിടെ യൂസേജ് തെറ്റാട്ടോ ഹരി, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. IMF expects India to grow 8.2% this year but has flagged multiple risk factors ahead. അപ്പോൾ നിങ്ങൾക്കറിയാം IMF മോണിറ്ററി ഫണ്ട് അല്ലേ, അവർ പറയുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറയുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് 8.2% ഗ്രോത്ത് വേണം ഈ വർഷം, എന്നാലേ ഇന്ത്യക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ അല്ലേ. ഗ്രോത്ത്, ഇക്കണോമിക് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ 8.2% ഗ്രോത്ത് വേണം. ബട്ട് ഫ്ലാഗ് ചെയ്തു, ഇൻഡിക്കേറ്റ് ചെയ്തു അല്ലേ, ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, പക്ഷെ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് മുന്നിലുണ്ടാവും. ഓക്കെ, എന്നാ പറയുക, അപ്പോൾ ബംസ് ഒരുപാടുണ്ട് നമുക്ക് അല്ലേ, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് നമുക്ക് എന്നാണ് IMF പറഞ്ഞേക്കുന്നത്. ലെറ്റ് സി. ഇൻ ഇറ്റ്സ് ലേറ്റസ്റ്റ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്, ദ IMF ഹാസ് cut global growth hopes for 2022 from 4.4% projected in January to just 3.6%, a sharp decline from the estimate of 6.1 for 2021. The invasion of Ukraine has significantly dampened post-COVID recovery prospects, with the IMF highlighting volatile yet sharp commodity prices and supply chain disruptions. Fresh pandemic-driven lockdowns in China's key manufacturing and trade hubs also compound കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് നോക്കുക, നമ്മുടെ IMF പറഞ്ഞ അനുസരിച്ച് IMF എന്ത് ചെയ്തു, IMFന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്,
ഇന്ത്യയുടെ, നമുക്ക് ഇന്ത്യയെ പറ്റി അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ അല്ല, ഗ്ലോബൽ ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ ആദ്യമേ ഗ്ലോബൽ പറയാം. ഗ്ലോബൽ ഗ്രോത്തിൻ്റെ ഹോപ്പ് 2022 4.4% നിന്ന് കട്ട് ഡൗൺ ചെയ്തപ്പോൾ ജസ്റ്റ് 3.6% ആയിട്ടുണ്ട്. അതൊരു ഷാർപ്പ് ഡിക്ലൈൻ ആണ്, അതിൻ്റെ ഒരു കുറവാണ്. അത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന എസ്റ്റിമേറ്റ് ഓഫ് 6.1 എസ്റ്റിമേറ്റിൽ നിന്നാണ്. 2021 6.1 എസ്റ്റിമേറ്റ് നിന്നാണ് 2022 4.4 നിന്ന് 3.6 ഈ ലേറ്റസ്റ്റ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈൻ ഇൻവേർഷൻ വന്നപ്പോൾ ഒരുപാട് നമ്മളെ ഒരുപാട് ഡിമിനിഷ് ചെയ്തു അല്ലേ, ഒരുപാട് ഡിമിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോസിബിലിറ്റി ഡിമിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോസ്പെക്ട്സ്, നമ്മുടെ പോസിബിലിറ്റി ഡിമിനിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന്. അപ്പോൾ വളറ്റൈലായിട്ടുള്ള ടെൻസ്ഡ് ആയിട്ടുള്ള ആണ്, എന്നാൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിൻഡ് ആയിട്ടുള്ള കമോഡിറ്റി പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. സപ്ലൈ ചെയിനിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രോത്തിന് നമുക്ക് വലിയൊരു പ്രതീക്ഷയില്ല. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ലോക്ക്ഡൗൺ വന്നിട്ടുണ്ട്. ഫ്രഷ് പാൻഡമിക് ഡ്രിവൻ ലോക്ക്ഡൗൺ ഉണ്ട് ചൈനയിൽ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ കേട്ടായിരുന്നു ചൈനയിൽ ലോക്ക്ഡൗൺ വന്നു വീണ്ടും. കാരണം എന്തുകൊണ്ടാണ്? പാൻഡമിക് അവിടെ വീണ്ടും അടുത്ത വേവ് വന്നിട്ടുണ്ട് ചൈനയിൽ. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് സെക്ടറും ട്രേഡ് സെക്ടറും ഒക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ചൈനയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ചൈന ഒരുപാട് കോൺട്രിബ്യൂട്ടറാണ്, എല്ലാവർക്കും ഗ്ലോബൽ കോൺട്രിബ്യൂട്ടറാണ്. സോ അത് കമ്പൗണ്ട് ചെയ്തു, അത് അഗ്രവേറ്റ് ചെയ്തു, വേഴ്സൺ ചെയ്തു അല്ലേ, കമ്പൗണ്ട് ചെയ്തു, വേഴ്സൺ ചെയ്തു. സപ്ലൈ വറീസ് ആൻഡ് could slow its own growth from 4.8 to 4.5. അതിപ്പോൾ അവിടെ ചൈനയുടെ ഗ്രോത്ത് തന്നെ 4.8 നിന്ന് 4.4 ഈ കാലണ്ടർ ഇയറിൽ ഫിസിക്കൽ ഇയറിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് എടുക്കുവാണെങ്കിൽ 2022-23 ഇയറിൽ ഈ ഫിസിക്കൽ ഇയർ നമ്മൾ എടുക്കുവാണെങ്കിൽ IMF പറയുന്ന ഇതാണ്, അവരത് പെഗ് ചെയ്തേക്കുന്നത്, അത് അവർ സെറ്റ് ചെയ്തേക്കുന്ന അനുസരിച്ച് 9%, ജാനുവരിയിൽ 9% പറയുന്നത്. പക്ഷേ ഇത് പ്രൊജക്ട് ചെയ്ത് വന്നപ്പോൾ ഇതിപ്പോൾ പ്രൊജക്ട് ചെയ്തനുസരിച്ച് 8.2 ആണ്. അതായത് സെയിം എക്സ്റ്റെൻറ്റിൽ അത്രയും ലെവലിൽ അതിൻ്റെ ലിമിറ്റിൽ തന്നെ എന്ത് വന്നേക്കുവാണെന്ന് പറയുന്നത്, ലോവർ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഗ്ലോബൽ ഗ്രോത്തിൽ നിന്ന് ഒരുപാട് കുറവ് ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്ത്യക്ക് അത് കൊണ്ടുവരാൻ സാധിക്കണം, ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ ഒരുപാട് ബംസ് നമുക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്. സോ ദിസ് ഹെഡ്ലൈൻ നമ്പർ ഇസ് മോർ ഒപ്റ്റിമിസ്റ്റിക്, ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക് ആണ് ദാൻ പ്രൊജക്ഷൻസ് ഫ്രം ദ വേൾഡ് ബാങ്ക് പറഞ്ഞ 8% ആയിരുന്നു. അപ്പോൾ IMFന്റെ ഇതനുസരിച്ച് 8.2 ഉണ്ട് അല്ലേ. ആൻഡ് ADB 7.5% ആൻഡ് RBI 7.2% in 2023-24. However, the IMF expects growth to slip to 6.9. പക്ഷേ 2023-24 അടുത്ത ഫിസിക്കൽ ഇയർ വരുമ്പോൾ 2023-24 കാലഘട്ടത്തിലോട്ട് വരും, ആ ഒരു ഇയറിലോട്ട് വരുമ്പോഴേക്കും അത് വീണ്ടും കുറഞ്ഞ് 6.9 ആകാനുള്ള ചാൻസും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. വൈൽ വേൾഡ് ബാങ്ക് പറയുന്ന പക്ഷേ അങ്ങനെയല്ല. വേൾഡ് ബാങ്ക് അനുസരിച്ച് പറയുന്നത് അപ്പോഴേക്കും ഇച്ചിരി ഗ്രോത്ത് എന്ത് ചെയ്യുന്ന പറയുന്നത്, വേൾഡ് ബാങ്ക് അനുസരിച്ച് പറയുന്ന 8% നിന്ന് 7.1 അവരുടെ ഗ്രോത്ത് പെർസ്പെക്റ്റ് അനുസരിച്ച് പറയുന്നതാണ്. അപ്പോൾ IMF എംഫസൈസ് ചെയ്യാണ്, ഹൈലൈറ്റ് ചെയ്ത് പറയാണ്, ഈ പ്രൊജക്ഷൻസ്, ഈ പറഞ്ഞു തരുന്ന പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ, ഗ്രോത്തിൻ്റെ പ്രോസ്പെക്ട് പറയുന്നുണ്ടല്ലോ, അത് ഈസ് മോർ അൺസർട്ടൺ ആണ്. നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഷുവർ. അൺസർട്ടൺ ആണ് മീൻസ് അൺഷുവർ ആണ്. വി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ് കറക്റ്റ് ദാൻ യൂഷ്വൽ ഡ്യൂ ടു ദ അൺപ്രസിഡന്റഡ്, അൺപാരലൽഡ്, നമുക്ക് പാരലൽ ചെയ്യാൻ പറ്റാത്ത, ഈക്വൽ ചെയ്യാൻ പറ്റാത്ത നേച്ചർ ഓഫ് ദ ഷോക്ക് ടു ദ വേൾഡ് എക്കോണമി. ഇപ്പോൾ വേൾഡ് എക്കോണമിയിൽ നമ്മൾ വിചാരിച്ച ഉക്രൈൻ ക്രൈസിസ് ഒക്കെ പോലെ അങ്ങനെയുള്ള 1-2 ക്രൈസിസ് ഇടയ്ക്ക് ഒരു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും മാറാനുള്ള ചാൻസും ഉണ്ട്. സോ ഗ്രോത്ത് കുഡ് സ്ലോ മച്ച് മോർ വൈൽ ഇൻഫ്ലേഷൻ കുഡ് ടേൺ ഔട്ട് ഹയർ ദാൻ എക്സ്പെക്റ്റഡ്. ഇൻഫ്ലേഷൻ വലിയൊരു പ്രോബ്ലം ആണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേർന്ന ഒരു കാര്യമാണ്. ഇറ്റ് ബിക്കെയിം ഹയർ ദാൻ എക്സ്പെക്റ്റഡ്, പ്രതീക്ഷയിലേക്കാളും കൂടിപ്പോയി. അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഒരുപാട് കാരണം ഗ്രോത്ത് സ്ലോ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. The multilateral lender expects India's retail inflation to now average above the RBI's tolerance threshold at 6.1% and current account deficit to touch 3.1 this fiscal year. അപ്പം ഇന്ത്യയുടെ നമ്മുടെ RBIയുടെ ടോളറൻസ് ത്രെഷോൾഡ് അനുസരിച്ച് 6.1 നിന്ന് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അനുസരിച്ച് ഇപ്പോൾ അത് 3.1% ആണെന്നാണ് പറയുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അപ്പോൾ അത് ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാക്ടേഴ്സ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്, ഇന്ത്യൻ അഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് അല്ലേ. ദ ചീഫ് ഫാക്ടേഴ്സ് സൈറ്റഡ് ബൈ IMF ഫോർ ലോവറിംഗ് ഇന്ത്യസ് ഗ്രോത്ത് ട്രജക്ടറി ഇൻക്ലൂഡ് ഹയർ ഓയിൽ പ്രൈസസ്, ഇൻഫ്ലേഷൻ ദാറ്റ് വുഡ് എക്സാസബേറ്റ് വീക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ദ ലൈക്ലിഹുഡ് ഓഫ് ഡ്രാഗ് ഓൺ നെറ്റ് എക്സ്പോർട്സ്. ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. അപ്പോൾ IMF പറയുന്നതനുസരിച്ച് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഹയർ ഓയിൽ പ്രൈസ്, നമ്മൾ പറഞ്ഞില്ലേ ക്രൂഡ് ഓയിൽ പ്രൈസ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തു, ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ അല്ലേ. ഇവ രണ്ടും എക്സാസബേറ്റ് ചെയ്യുന്നു. ഇവ രണ്ടും മെയിനായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ്സിനെ വേഴ്സൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഡൊമസ്റ്റിക് ഡിമാൻഡ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഡിമിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. വേഴ്സൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ എക്സാസബേറ്റ് ചെയ്യാൻ, ഡിക്രീസ് ചെയ്യുക അല്ലേ.
വേഴ്സൺ അല്ല, ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുകയാണ്. ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിമാൻഡ് കുറഞ്ഞാൽ പിന്നെ ഗ്രോത്ത് എന്തായാലും നോക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോസിബിലിറ്റി വളരെ, അപ്പോൾ നെറ്റ് എക്സ്പോർട്സ് എന്തോരം വരും, ടോട്ടൽ എക്സ്പോർട്സ് നെറ്റ് ആവറേജ് ആയിട്ട് വീണ്ടും ബാക്കി വരുന്ന എക്സ്പോർട്സിനെ വളരെ ഡ്രാഗ് ഓൺ ചെയ്യിപ്പിക്കണം, വളരെ ലാഗ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പ്രോബ്ലമാണ്. വേൾഡ് ഓർഗനൈസേഷൻ has awarded its 2022 global merchandise trade growth forecast just to 3% from 4.7. WTOയുടെ 2022 ഗ്ലോബൽ മെർച്ചൻഡൈസ് ട്രേഡ് ഗ്രോത്തിൻ്റെ ഫോർകാസ്റ്റ്, ട്രേഡിന് ഇപ്പം നമ്മൾ ഗ്ലോബലി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗ്രോത്ത് ട്രേഡ് നടത്തുമ്പോഴുള്ള ഗ്രോത്ത് അനുസരിച്ച് അവർ പറയുന്നത് 4.7 ആയിരുന്നു ആദ്യം പറഞ്ഞത് കേട്ടോ. ആ 4.7 ഇപ്പോൾ അവർ പറയുന്ന ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ 3% ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് മീൻസ് അതനുസരിച്ച് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ഓപ്പറേറ്റിംഗ് ഗ്രോത്ത് എൻജിൻ വിച്ച് മാനുഫാക്ചർഡ് ഇൻ ദ റെക്കോർഡ് for $20 billion exports in 2021-2022 could flatter. അത് സ്റ്റാമർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വരാൻ പോകുന്ന ഒരു ക്രിട്ടിക്കൽ ഗ്രോത്ത് എഞ്ചിനായി നമ്മുടെ എക്സ്പോർട്ടിനെ ബാധിക്കാൻ 2021-22 എക്സ്പോർട്ടിനെ ബാധിച്ചു വെക്കുന്നത് പറഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ രൈവതി ചോദിച്ചു തന്നെ പറയുകയാണ്, കൊറോളറി റിസ്ക്, ഒരു ആഫ്റ്റർ മാത്ത്. ഇവിടെ റിസ്ക് ആണ് നൗൺ, അപ്പോൾ കൊറോളറി ഇവിടെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചേക്കുവാണ്. ഒരു ആഫ്റ്റർ മാത്ത് വരാൻ പോകുന്ന റിസ്ക് അല്ലേ, റിസൾട്ടിംഗ് ആയിട്ടുള്ള റിസ്ക് ഫ്രം ഹയർ ഫുഡ് ആൻഡ് ഫ്യൂൽ പ്രൈസസ് ഇൻ എമർജിംഗ് ഇക്കോണമീസ് ഈസ് ഹൈറ്റൻഡ് സോഷ്യൽ അൺറെസ്റ്റ്. And the IMF Managing Director Kristalina Georgieva has noted that ordinary families' budgets are being strained to the breaking point. അപ്പോൾ ഏറ്റവും വരുന്ന ഒരു ആഫ്റ്റർമാത്ത് എന്താ വെച്ചാൽ ഹയർ ഫുഡ് പ്രൈസസും ഫ്യൂൽ പ്രൈസസും വരുമ്പോൾ ഏറ്റവും കൂടുതൽ എമർജിംഗ് എക്കോണമീസ്, നമ്മളെപ്പോലെ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സോഷ്യൽ അൺറസ്റ്റ്, സോഷ്യൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നമ്മുടെ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ MD ആയിട്ടുള്ള ക്രിസ്റ്റലിന ജോർജിവ പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്, ഓർഡിനറി ഫാമിലീസിന്റെ ബഡ്ജറ്റിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ഓർഡിനറി ഫാമിലിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിമാൻഡ് കുറയുന്നത് കേട്ടോ. While she has mooted decisive actions from central banks to stem inflation worries, she has also warned that monetary policy. അപ്പോൾ ഇവർ പറയാണ് നമ്മൾ ഡിസിവ് ആക്ഷൻ എടുക്കണം അല്ലേ, നമ്മൾ ഡിസിവ് ആക്ഷൻ മുന്നോട്ട് വെച്ച് വെക്കണം. അത് പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ പോലും സെൻട്രൽ ബാങ്കിനോട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, സ്റ്റെം ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം ഇൻഫ്ലേഷൻ വറീസ്, സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഇൻഫ്ലേഷൻ കുറയ്ക്കുക, സെൻട്രൽ ബാങ്കുകൾ ഇൻഫ്ലേഷൻ കുറയ്ക്കണം, ഇതിലോട്ട് വറീസ് കുറയ്ക്കുക, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡിസിവ് ആക്ഷൻ അതിനുവേണ്ടി നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഹി ഹാസ് ഓൾസോ വോണ്ട് ദ മോണിറ്ററി പോളിസി ടൈറ്റനിങ് വുഡ് റേസ് ഡെറ്റ് സർവീസിംഗ് കോസ്റ്റ് ആൻഡ് പുട്ട് മെനി ലോ ഇൻകം കൺട്രീസ് ഇൻ ഡിസ്ട്രസ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡെറ്റ് കൂടും, കൺട്രീസിൽ ഡെറ്റ് കൂടും, മാത്രമല്ല ലോ ഇൻകം കൺട്രീസിനെ ഒരുപാട് ബാധിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഇൻഫ്ലേഷൻ റേറ്റ്. കാരണം അതാണ് ഈ പറയുന്നത്. അപ്പോൾ പിന്നെ ഡെറ്റ് കൂടുമ്പോൾ പിന്നെ അവർക്ക് തിരിച്ചടയ്ക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ലോ ഇൻകം കൺട്രീസ് വല്ലാണ്ട് അഫക്റ്റഡ് ആവും. ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് നീഡ് ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. മസ്റ്റ് ബി യുണൈറ്റഡ് ആൻഡ് അൺഡിവൈഡഡ് അറ്റൻഷൻ ടു കോപ്പ് വിത്ത്. ഒരു ഒരുമിച്ച് പ്രവർത്തിക്കുക പോളിസി മേക്കേഴ്സ്. അതുപോലെ തന്നെ വി നീഡ് അൺഡിവൈഡഡ് അറ്റൻഷൻ ടു കോപ്പ് വിത്ത്, ടു ഡീൽ വിത്ത് ദി മൾട്ടിപ്പിൾ ഹെഡ്വിൻഡ്സ്, പ്രോബ്ലംസ് അല്ലെ, മൾട്ടിപ്പിൾ പ്രോബ്ലംസ്, പ്രതിസന്ധികൾ, കണ്ടീഷൻസ്, നെഗറ്റീവ് കണ്ടീഷൻസ് അല്ലെ, ഇംപീഡിംഗ് കണ്ടീഷൻസ് വിച്ച് ഇൻക്ലൂഡ് ദ നീഡ് ടു സ്മൂതൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ്, spur consumption, manage fragile fiscal math and currency fluctuations amid volatile foreign capital flows. It would be equally critical to devise a medium-term action plan to minimize the scarring effects, damaging effects of the crisis upon a crisis, as the IMF expects employment and output to persist below pre-COVID trends still as far as 2016 amid a further dip in global growth after 2023. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ് ഓക്കെ സ്മൂത്തൻ ചെയ്യുക, എന്താ കൺസംഷൻ സ്പെർ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുക, കൺസംഷൻ കൂട്ടണം, സ്പെർ ചെയ്യുക, കൂട്ടുക അല്ലേ, ഇൻക്രീസ് ചെയ്യുക അല്ലേ. അതുപോലെ ഇൻട്രസ്റ്റ് ഹൈക്ക് അല്ലേ, ഇൻട്രസ്റ്റ് ഹൈക്ക് എന്ത് ചെയ്യണം, അതിനെ സ്മൂത്തൻ ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഫ്രജൈൽ ഫിസ്ക്കൽ ഇതിനെ മാനേജ് ചെയ്യുക, വളരെ ഡെലിക്കേറ്റ് ഉള്ള ഫ്രജൈൽ ഫിസ്ക്കൽ മാത്തിനൊക്കെ ഒന്ന് ഇത് ചെയ്യുക, കറൻസി ഫ്ലക്ച്വേഷനെ മാനേജ് ചെയ്യണം, ഇല്ലെങ്കിൽ പണിവാളും. അതുപോലെ തന്നെ വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഫോറിൻ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ഫോറിൻ ക്യാപിറ്റൽസിന് ഒന്ന് അവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക, ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ഇട്ടിരിക്കും, എങ്ങനെയാണ് ഇപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റിയലി ക്രിട്ടിക്കൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഒരു മീഡിയം ടേം ആക്ഷൻ പ്ലാൻ നമ്മൾ കൊണ്ടുവരണം. ഡാമേജ് ഒന്ന് കുറയ്ക്കുക, എന്തായാലും ഡാമേജ് ഉണ്ടാവും, ആ ഡാമേജ് അല്ലെങ്കിൽ എഫക്റ്റ്, അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകൾ ഒന്ന് കുറയ്ക്കാൻ പറ്റണം. കാരണം ഇല്ലെങ്കിൽ ക്രൈസിസ് അപ്പോൾ ക്രൈസിസ് കൂടി വരും, ഒരു ക്രൈസിന് മേലെ മറ്റൊരു ക്രൈസിസ് ആയിട്ട് വരും. അപ്പോൾ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ
കോവിഡിന് മുമ്പുള്ള ആ ട്രെൻഡിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു 2026 എങ്കിലും എടുക്കും. നമ്മൾ കോവിഡിന് മുമ്പിലുള്ള അവസ്ഥയിലോട്ടൊന്ന് തിരിച്ചു വരണമെങ്കിൽ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 2026 എങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫെർദർ ഡിപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഗ്ലോബൽ ഗ്രോത്തിന്. വീണ്ടും ഒരു കുറവ് അല്ലേ, ഒരു കുറവ് വരാൻ ഗ്രോത്ത് കുറയാനൊരു ചാൻസ് ഉണ്ട് ആഫ്റ്റർ 2023 ഒരു ഇത് പറയാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്യൂർലി അനലിറ്റിക്കലാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഓർത്താൽ മതി. ഇക്കണോമിക് ആർട്ടിക്കിൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ഇക്കോണമിയിലെ പ്രോബ്ലംസ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. Yeah, in every time there is a lot of hard work. Yes. അത് തന്നെ, കഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഹരി. അത് തന്നെയാണ് സത്യം. കല്യാണം, കോവിഡിൻ്റെ സമയത്ത് കല്യാണം നടത്തുന്ന ഒരുപാട് പേരുണ്ടല്ലേ. യെസ്, അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് സ്പോട്ട് ദയറിലോട്ട് പോകാൻ സമയം കളയുന്നില്ല. ദ മോർ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ദ ഓർഡർ ഈസ് ദ എംഫസിസ് ഇറ്റ് പ്ലേസസ് ഓൺ ദ റൈറ്റ് ഓഫ് വിക്ടിംസ് to heard at every stage of criminal proceedings. ഇതാണ് നമ്മുടെ എറർ. ഇതാണ് the more significant aspect of the order is the emphasis it places on the right of victims to heard at every stage of criminal proceedings. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നിങ്ങൾ ആൻസർ കുറച്ച് പേരൊക്കെ തന്നായിരുന്നു. ഇവിടെ നോക്കിയേ, ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് എന്ന്, ഓർഡറിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസ്. വേർബ് കൊടുത്തിട്ടുണ്ട്, ഈസ് ആണ്, സിംഗുലർ ആണ്. ആസ്പെക്ട് സിംഗുലർ, അതനുസരിച്ച് വേർബ് സിംഗുലർ. ഈസ് ദ എംഫസിസ്. എംഫസൈസ് ഈസ് വേർബ്, എംഫസിസ് അല്ലേ, എന്താ സ്ട്രെസ്. ഇറ്റ് പ്ലേസസ് ഓൺ, അത് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ആരോ വാട്ട് എവർ ഇറ്റ് ഇസ് പ്ലേസസ് ഓൺ ദ റൈറ്റ് ഓഫ് വിക്ടിംസ്. വിക്ടിംസിൻ്റെ റൈറ്റ് സുപ്രീം കോർട്ട് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. സുപ്രീം കോർട്ട് പ്ലേസ് ചെയ്യാണ് ഓൺ ദ റൈറ്റ് ഓഫ് വിക്ടിംസ് ടു ഹേർഡ്. ഞാൻ നിങ്ങളോട് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ടു ഇൻഫിനിറ്റീവ് എന്നൊരു യൂസേജ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ടുവിൻ്റെ കൂടെ ഒരിക്കലും എന്ത് വരരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും വീറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഞാനത് വെട്ടി ടു ഹിയർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടു ഹിയർ ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അതിനെന്ത് വേണം? ഒബ്ജക്റ്റ് വേണം. ഇവിടെ അത് കഴിഞ്ഞ് പ്രിപ്പോസിഷനാണ്. ഹിയർ വാട്ട് എന്നുള്ള പറയും. അപ്പോൾ തന്നെ ഓർക്കുക, ഇത് പാസിവൈസേഷനാണ്. അപ്പോൾ പാസീവ് ഇൻഫിനിറ്റീവ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. ഇത് ഇവിടെ പഠിക്കാൻ പറ്റില്ല, അത് കുറച്ച് അധികം ഉണ്ട്. അല്ലെങ്കിൽ അത് കൺഫ്യൂഷനാവും. ടു ബി ഹേർഡ്, പാസീവ് ഇൻഫിനിറ്റീവ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ടു ബി ഹേർഡ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. അതായത് ഹിയർ ചെയ്യണം അല്ലേ, വിക്ടിംസിനെ ഹിയർ ചെയ്യണം. ടു ബി ഹേർഡ്, വിക്ടിംസ് ടു ബി ഹേർഡ്. സംബഡി ഹിയർ ദ വിക്ടിംസ്. അപ്പം ഇത് വരുമ്പം സംബഡി ഹിയർ ദ വിക്ടിംസ് എന്ന് വരും. സംബഡി ടു ഹിയർ ദ വിക്ടിംസ് അല്ലേ, അതിൻ്റെ പാസിവൈസേഷൻ വിക്ടിംസ് ടു ബി ഹിയർഡ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ. ദിസ് പോസസ് ഫ്രഷ് സെക്യൂരിറ്റി ആൻഡ് ജിയോ പൊളിറ്റിക്കൽ challenges to the Pakistani establishment which have welcomed the Taliban's triumph in Afghanistan just 8 months ago. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് നോക്കുക, ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരിക. ആൻസർ ക്വസ്റ്റ്യൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നെറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഞാനത് നാളത്തേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നോക്കുക. ദിസ് പോസസ് ഫ്രഷ് security and geopolitical challenges to the Pakistani establishment which have welcomed Taliban's triumph in Afghanistan just 8 months ago. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ PDF നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് PDF നോക്കി ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ട് എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് എവരി വൺ. ലൈവിൽ വന്നവർക്കും റെക്കോർഡ് കണ്ടവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കോമൻറ്റ് സെക്ഷനിൽ ആൻസർ തരിക, സജഷൻസ് ഇടുക, പുട്ട് ഫോർത്ത് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക, ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ മറ്റുള്ളവരിലോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം, മറന്നിട്ടില്ലല്ലോ. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും. ഒന്നെങ്കിൽ റീമാമിസ് അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ വരുന്നുണ്ട് സക്സസ് സീരീസ് ആയിട്ട് കേട്ടോ. അപ്പോൾ BA ബാങ്കറിൻ്റെ ഒരു സക്സസ് സീരീസുമായിട്ട് വരുന്നുണ്ട്. 500 ക്വസ്റ്റൻസ്, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നമുക്ക് പാർട്ട് 1 50 സക്സസ് സീരീസ് 50 ക്വസ്റ്റൻസിലെ പാർട്ട് 1 ഇന്നുണ്ടാവും അറ്റ് 12 PM. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ബൈ, ടേക്ക് കെയർ.